രംഗണ്ണനെ പറ്റിയൊരു വാഴ്ത്തുപാട്ട് വേണം. ഈ താനാന അപ്പൊ കേൾക്കുമ്പോൾ എനിക്ക് ഇല്ലുമിനാറ്റി അപ്പൊ ഇത് കൊള്ളാലോ. അപ്പൊ അതൊക്കെ നാച്ചുറലി വന്നു. അപ്പൊ അങ്ങനെ എഴുതിയിട്ട് പിന്നെ അടുത്ത ലൈനിൽ മറ്റേ മല്ലുവും ഇല്ലുമിനാറ്റി കൂടെ ചേർത്ത് മല്ലുമിനാറ്റി പിടച്ചപ്പോൾ ഭയങ്കര ഹുക്കി. ബേസിക്കലി ഇപ്പൊ ആവേശം പോലത്തെ ഒരു സിനിമയിലെ പാട്ട് ഒരു പക്ഷേ എൻ്റെ വീട്ടിലെങ്കിലും കാരണം അവർ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് ബോധറിയില്ല. അത് അവർക്ക് വേണ്ടിയുള്ളതല്ല. വേറൊരു സിനിമയിലെ മെലഡി ചിലപ്പോൾ അവർക്ക് വേണ്ടിയുള്ളതായിരിക്കും. അത് അവർ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബോധമാവും. യൂട്യൂബിൽ പല കമൻറ്റിൻ്റെ ഇടയ്ക്ക് ഒരു ഭയങ്കര സീരിയസ് കമൻറ്റ്, അത് എനിക്ക് വായിച്ച് കുറച്ച് ഡാർക്കായി. ഇത് ഇല്ലുമിനാറ്റിയെ പറ്റി ആണ് എഴുതിയിരിക്കുന്നത്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് എനിക്കും മ്യൂസിക് ഡയറക്ടർക്കും മൊത്തത്തിൽ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ഒരിക്കലും കടക്കാൻ പാടില്ലാത്തൊരു ഏരിയയിലിട്ടാണ് നിങ്ങൾ കടന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒറിജിനൽ ഇല്ലുമിനാറ്റിലുള്ളവരാണെങ്കിലും ഇത് കേൾക്കുകയാണെങ്കിൽ ക്ഷമിക്കണം. തമിഴിൽ വൈഫൈക്ക് തമിഴ് വാക്കുണ്ട്, ഫോണിന് കൈപ്പേസി എന്ന് പറയും. വളരെ സിമ്പിളാണ് കൈപ്പേസി. കനിനി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ, അപ്പോൾ മടിക്കനിനി എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പ്. അപ്പോൾ പഴയ പാട്ടുകൾ ഭംഗിയാണെന്ന് ഇപ്പോഴത്തെ പാട്ടുകൾ കൊള്ളില്ലാന്ന് ഗിരീഷ് പുത്തഞ്ചേരിയും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഗിരീഷേട്ടൻ അടിപൊളിയാണ്. ഗിരീഷേട്ടനെ പറ്റിയുള്ള വർണ്ണനകളാണ് ഇൻസ്റ്റാഗ്രാം. ഇത് നമ്മൾ അന്ന് വർണ്ണിക്കേണ്ടതാണ്. മ്യൂസിക് വേൾഡിലെ ദാസനും വിജയനുമാണ് താങ്കളും സുഷിനും എന്ന് ഞാൻ പറഞ്ഞാൽ. ഞങ്ങൾ ചേരുന്ന സമയത്തുള്ള പാട്ടുകൾക്ക് എന്തോ ഒരു രസം സംഭവിച്ചിട്ടുണ്ട്. ലീനരേ ഉദാത്തരേ ഉറ്റത്തോഴരേ മങ്ങിമാഞ്ഞു ഭൂതകാലം ഇന്ദിവന്റെ ഊഴം കൺ തുറന്നു കണ്ണിറച്ച് കാണുക മോനെ ജാട. എന്താണ് ജാടയോ? ജാടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട്. യെസ്. ഇപ്പോൾ നമ്മുടെ കൂടെ സ്റ്റുഡിയോയിലുള്ളത് ദ വൺ ആൻഡ് ഓൺലി വിനായക് ശശികുമാർ, ദ ഹിറ്റ് മേക്കർ ഈസ് ഹിയർ. വെൽക്കം. താങ്ക് യു. നല്ല ഇൻട്രോ. സോ ഈ പാട്ട് പ്രത്യേകിച്ച് നമ്മുടെ ആവേശത്തിലെ പാട്ടുകളെല്ലാം നോക്കി കഴിയുമ്പോഴേക്കും ഗംഭീരമാണ്. അതും ഈ പ്രാസമൊക്കെ ഇത് എങ്ങനെ ഇത് സെറ്റ് ആവും, ഇത് എങ്ങനെ വരുന്നു? ഇത് ആവേശം പോലത്തെ ഒരു പടം, ഇങ്ങനത്തെ ഒരു കഥ, ഇങ്ങനത്തെ ട്യൂണൊക്കെ തരുമ്പോൾ പിന്നെ ഇത് നാച്ചുറലി വന്നില്ലെങ്കിൽ മാച്ച് ആവില്ല. അതുകൊണ്ട് ഓരോ വരിയും സമയമെടുത്ത് കൃത്യമായിട്ട് എഴുതി പോയൊരു പടമാണ്. അവരുടെ പിടിച്ചു വെക്കണ്ടേ, സുഷിൻ്റെയും ജിത്തുവിൻ്റെയും കൂടെ. അങ്ങനെ അതാണ് ഈ പാട്ടുകൾ. ചില സമയത്ത് നമുക്ക് ഈ വാക്കുകൾ കാണുമ്പോഴേക്കും വിനായക പൊതുവെ യൂസ് ചെയ്യുന്ന വാക്കുകളൊക്കെ ഭയങ്കര ലൈറ്റാണ്, സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ഇതെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ കിട്ടുന്നൊരു ഭംഗിയുണ്ടല്ലോ, അതിൻ്റെ പിറകിലുള്ള ആ ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ചിലപ്പോൾ താങ്കൾ മാസങ്ങളും വർഷങ്ങളും ഒക്കെ എടുത്ത് ക്രിയേറ്റ് ചെയ്തൊരു ലൈനൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ജോയിൻ ചെയ്യിപ്പിക്കുന്ന വാക്കുകളായിരിക്കും. നമുക്കത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. സോ ഒരു പാട്ട് എഴുതാനായിട്ട് വിനായകന് വേണ്ട ആംബിയൻസ് എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ആംബിയൻസിനൊക്കെ ഉപരി ഒരു മെൻ്റൽ ആംബിയൻസാണ് വേണ്ടത്. മനസ്സമാധാനം തരിക എന്നുള്ളത്. അപ്പം നിങ്ങൾ അടുത്തിരിക്കുമ്പോൾ മനസ്സമാധാനം കിട്ടുമെങ്കിൽ അങ്ങനെ, നിങ്ങൾ ദൂരെ ഇരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സമാധാനം ഉണ്ടെങ്കിൽ അങ്ങനെ. ബേസിക്കലി ഒരു പീസ് ഓഫ് മൈൻഡാണ് ആദ്യം വേണ്ടത്. പ്രഷറില്ലാതെ ആ പാട്ടിൽ എത്രത്തോളം ക്രിയേറ്റീവ്ലി പോവാമോ അത്രത്തോളം പോകാനുള്ളൊരു ഫ്രീഡം ഇതൊക്കെ തന്നുകൊണ്ട് ഏത് സ്ഥലത്തിരുന്നാലും പാട്ട് വരുന്നതാണ്. പിന്നെ ഞാൻ കൂടുതലും പാട്ട് എഴുതാൻ താല്പര്യപ്പെടുന്നത് ഞാൻ മൂവ് ചെയ്യുമ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെയാണ്. പക്ഷെ പലപ്പോഴും ഒരുമിച്ച് ഒരു കമ്പോസിങ് സെഷനിൽ ഇരിക്കുമ്പോൾ അത് വർക്കൗട്ട് ആവാറില്ല. ആ സമയത്ത് ഞാൻ ചിലപ്പോൾ ഒന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അടുത്ത ബാൽക്കണിയിലൊക്കെ ഇറങ്ങി ഒന്ന് നടന്ന് ഒരു സെൻസ് ഓഫ് മൂവ്മെന്റ് കിട്ടിയാൽ നല്ലതാണ്. ചെറിയൊരു നടത്തം മുതൽ ഫാസ്റ്റായിട്ട് ഡ്രൈവ് ചെയ്യുന്നവരെ എന്തും ആവാം. അപ്പോൾ അതാണ് എൻ്റെ ഒരു കംഫർട്ട് സോൺ. ഓക്കെ. ഈ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ലവ് ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഇത്രയും മനോഹരമായിട്ട് എഴുതിയിട്ട് അങ്ങനെ എഴുതിട്ട് വന്നിട്ടില്ല. ഓൺലി പ്രൊഫഷണൽ, പേഴ്സണൽ പരിപാടി, ഓൺലി പ്രൊഫഷണൽ. ഈ പൊതുവെ മലയാളം എഴുതുന്ന ആളുകൾക്ക് ക്യാമ്പസിലായിക്കോട്ടെ സ്കൂളിലായിക്കോട്ടെ ഒരുപാട് ഫാൻസ് ഉണ്ടാവുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പാടുന്ന ആളുകൾക്കും വളരെ കാവ്യാത്മകമായിട്ട് എഴുതുന്ന ആളുകൾക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഫാൻസ് എന്ന് അന്നത്തെ കാലത്ത് അങ്ങനെ വിളിക്കാമെന്ന് അറിയില്ല. എന്നാലും ഞാൻ എഴുതുന്ന വായിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ എഴുത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളായിരുന്നില്ല, അത് മ്യൂസിക്കിൽ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം മറ്റേ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിലും കൈവച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് പൊതുവെ ഇഷ്ടമുള്ള കൂട്ടത്തിൽ ഉള്ള ആളായിരുന്നു. ആൾക്കാർക്ക് എന്നോട് വലിയ വെറുപ്പൊന്നും ഇല്ലായിരുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള. ഇനി താങ്കൾക്ക് വേണ്ടി താങ്കൾ പ്രേമലേഖനങ്ങളൊന്നും എഴുതിയിട്ടില്ലെന്ന് പറഞ്ഞു. മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട്, സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ലവ് ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ടോ? ഞാൻ പാട്ടെഴുതും തുടങ്ങുന്നുള്ളത് ഈ കോളേജിൽ മനസ്സിലായി തുടങ്ങിയപ്പോഴത്തേക്ക് ഈ പാട്ട് എഴുതി തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അങ്ങനെ 1-2 പേർക്ക് അവരുടെ കാമുകിയുടെ പേരൊക്കെ പാട്ടി വരുന്ന രീതിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ പ്രാസമൊക്കെ ഒപ്പിച്ചിട്ടുള്ളതാണോ? അത്യാവശ്യം ആ പേര്, ചില പേരുകളൊക്കെ പാട്ടിൽ എഴുതാൻ പറ്റൂല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യമേ പറയും. ചില പേരൊക്കെ നല്ല പൊയറ്റിക് ആയിട്ടുള്ള പെൺകുട്ടികളുടെ പേരൊക്കെ ആണെങ്കിൽ അത് വരുത്താൻ വേണ്ടിയൊക്കെ കുറച്ച് അപ്പുറത്തുപുറത്തൊക്കെ കഷ്ടപ്പെടണമല്ലോ. ആ ലൈൻ മാത്രം കഷ്ടപ്പെട്ടാൽ പോരല്ലോ, മുമ്പിലത്തെയും പിന്നത്തെ ലൈനൊക്കെ അതനുസരിച്ച് സെറ്റ് ചെയ്യണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ പ്രാസോപിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ 1-2 ലൈൻസ് ഓർമ്മയുണ്ടോ? ഇപ്പോൾ ഞാൻ ചോദിച്ചു. ഒരു പെൺകുച്ചിന്റെ ഒരു ശ്യാമാന്നായിരുന്നു, ശ്യാമാമ്പരം ഒക്കെ വെച്ചൊക്കെ പിടിച്ച്. ശ്യാമാമ്പരം, ഓക്കെ. ഇടയ്ക്ക് അങ്ങനെ ഓരോരോ, ഒരു പെൺകുച്ചിന്റെ പേര് തീർത്ഥാന്നായിരുന്നു.
അപ്പം ആ ലൈൻ എന്തോന്ന് മറന്നുപോയി. പക്ഷെ അത് ഉൾക്കൊള്ളിച്ചു. ഇത് കറക്റ്റായിട്ട് ഉൾക്കൊള്ളിക്കാൻ അതിന് മുമ്പും ശേഷമൊക്കെ വെച്ച് എന്തോ അന്ന് എഴുതിയല്ലേ, മറന്നുപോയി. കറക്റ്റ് ആ ഒരു പ്ലേസിൽ കൊണ്ട് വെക്കുമ്പോൾ കിട്ടുന്ന ഒരു ഭംഗിയല്ലേ. അതെ അതെ. പിന്നെ നമ്മുടെ ആവേശം സിനിമ എന്ന് പറയുമ്പോഴേക്കും ആവേശം ആക്ഷൻ വൈസ് ഒരു സൂപ്പർ ഹിറ്റ് മൂവിയാണ്. പിന്നെ സീൻ വൈസ് ഗംഭീരമാണ്. ആൻഡ് അതോടൊപ്പം ഈ ആക്ഷനും ദെൻ അതേപോലെ തന്നെ ഈ പറഞ്ഞ മൂവി സീൻസിനോടൊപ്പം നിൽക്കുന്നത് പാട്ടുകളാണ്. കാരണം ഇറങ്ങിയ പാട്ടുകളെല്ലാം, എല്ലാ പാട്ടുകളും തന്നെ ഓൾമോസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. പാട്ടൊക്കെ മൂവിയിൽ വന്നപ്പോഴും നമ്മൾ തിയേറ്റർ പൂരപ്പറമ്പായിരുന്നു ലിറ്ററലി. ആൻഡ് ഇപ്പോൾ യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ ഹിറ്റാണ്, ദെൻ ഇപ്പോഴും ഹിറ്റാണ്, ദെൻ സ്റ്റിൽ ട്രെൻഡിങ് ആണ്. റീൽസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ അത് തന്നെയാണ്. ഇത് എങ്ങനെ സാധിച്ചു ഇത്? ബേസിക്കലി ആവേശം എന്നുള്ള സിനിമയുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി രോമാഞ്ചം ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് ഹിറ്റാണ്. ഇതേപോലത്തെ ഒരു ജോണറാണ്, ഫണ്ണാണ്. പിന്നെ ജിത്തുവിന് ഉള്ളൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഡാർക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് സീരിയസ് ആയിട്ടൊരു കാര്യം നടക്കുന്നു, കഥാപാത്രങ്ങൾക്ക് സീരിയസ് ആയൊരു സിറ്റുവേഷൻ, പ്രേക്ഷകർക്ക് കോമഡി. ഇത് തമിഴിലും ഹിന്ദിയിലൊക്കെ ഒരുപാട് പേര് വളരെ എളുപ്പത്തിൽ ഫലിപ്പിച്ച് കണ്ടിട്ടുണ്ട്. മലയാളത്തിൽ ഇത് അധികം പേര് ചെയ്ത് കണ്ടിട്ടില്ല, ചെയ്ത് ഫലിപ്പിക്കാൻ പാടാണ്. അത് ജിത്തു പുല്ലുപോലെ ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ രോമാഞ്ചത്തിൽ ഇത് ചെയ്തു. അപ്പോൾ മ്യൂസിക്കലിയും ലിറിക്കലിയും ഒക്കെ ഞങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ലെവൽ 2, നമ്മൾ ഗെയിമൊക്കെ കളിച്ച് ലെവൽ 1 പാസ്സായിട്ട് ലെവൽ 2 പോകുന്ന പോലെയായിരുന്നു ശരിക്കും രോമാഞ്ചം കഴിഞ്ഞ ആവേശം. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് വന്നതുകൊണ്ട് ഇതിനകത്ത് ഇപ്പം ചില പാട്ടുകളാണ് ഇത് ഇങ്ങനെ ആയിരിക്കും ഹിറ്റാവുന്നത് എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു. ഇന്ന ചെയ്താൽ ഹിറ്റാവും എന്നൊക്കെയുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അത്രത്തോളം ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നൊരു സിനിമയായിരിക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഓക്കെ, സുഷിനാണെങ്കിലും ജിത്തു ആണെങ്കിലും പറയുന്ന ഒരു കാര്യം, താങ്കൾക്ക് ഓഡിയൻസിൻ്റെ പൾസ് അറിയാമെന്നാണ്. എന്ത് ഹിറ്റാകും, എന്ത് വൈറലാകും എന്നുള്ള അറിയാനായിട്ടുള്ള എന്തോ സംഭവം വിനായകൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. എന്താണ് ആ സംഭവം? ബേസിക്കലി എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണാലിറ്റിയിൽ ഒരു ഐറണിയുണ്ട്. ഞാൻ പൊതുവേ ബാക്കി എൻ്റെ കൂടെ പാട്ടെഴുതുന്ന ലിറിസിസ്റ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രായത്തിൽ കുറവാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ യങ് ആണ് ഞാൻ. എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള കുറേ പേര് എന്നെക്കാളും ഇളയവരാണ്. അപ്പോൾ അങ്ങനെ കമ്പനി അടിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവരുടെ ഒരു പൾസ് കുറച്ചൊക്കെ അറിയാം. സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റഡ് ആയതുകൊണ്ട് അങ്ങനത്തെ ട്രെൻഡ്സൊക്കെ അറിയാം. പക്ഷെ ഞാൻ കേൾക്കുന്ന പാട്ടുകൾ ഒക്കെ കുറച്ച് ഓൾഡാണ്, ഈ പറഞ്ഞ 80s-ലെയും 90s-ലെയും. അപ്പം ഒരു പാട്ട്, ഒരു സിനിമ വരുമ്പോൾ എൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്ന് ആലോചിച്ച് ഇത് ആരായിരിക്കും ഈ പാട്ട് ആദ്യം കേൾക്കാൻ പോകുന്നത്, ഈ സിനിമ ആരായിരിക്കും ഫസ്റ്റ് വീക്ക് വന്ന് കാണാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ച് അവർക്ക് വേണ്ടി മാത്രമേ എഴുതുന്നുള്ളൂ ഞാൻ. ബേസിക്കലി ഇപ്പോൾ ആവേശം പോലത്തെ ഒരു സിനിമയിലെ പാട്ട് ഒരു പക്ഷേ എൻ്റെ വീട്ടിലെങ്കിലും കാരണം അവർ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് ബോധറിയില്ല. ബിക്കോസ് അത് അവർക്ക് വേണ്ടിയുള്ളതല്ല. വേറൊരു സിനിമയിലെ മെലഡി ചിലപ്പോൾ അവർക്ക് വേണ്ടിയുള്ളതായിരിക്കും, അത് അവർ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ബോധേഡാവും. അപ്പം അങ്ങനെ ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ആർക്ക് വേണ്ടിയാണെന്നുള്ളത് ആദ്യമേ ആലോചിച്ചിട്ട് എഴുതാറുള്ളൂ. അതുകൊണ്ട് കറക്റ്റായിട്ട് ആ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ആദരാഞ്ജലി എന്നുള്ളൊരു വാക്ക്, എനിക്കൊന്നു മലയാളത്തിലെ ഈ ആദരാഞ്ജലി എന്നുള്ള വാക്ക് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്ത ഒരാൾ താങ്കളായിരിക്കും. ആ ഒരു വാക്കിൻ്റെ എന്ന് വെച്ചാൽ നമുക്കത് കേൾക്കുമ്പോൾ അതൊരു നേരത്തെ വരെ ഒരു ശോകം മോഡാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ആദരാഞ്ജലി നിൽക്കുമ്പോൾ നമ്മൾ ആ ഒരു രോമാഞ്ചത്തിനൊപ്പം ബീറ്റ് ലൈക്ക് ആ ഒരു താളം കിട്ടും. ആ ഒരു വാക്ക് പ്ലേസ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു, അതായത് ഒരു നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടാകുമോ എന്നൊരു ഭയം താങ്കളുടെ മനസ്സിലുണ്ടായിരുന്നു എപ്പോഴെങ്കിലും? അല്ല, എനിക്കിത് ഉണ്ടായിരുന്നു. കാരണം ഓൾറെഡി രതിപുഷ്പം ഇറങ്ങിയതുകൊണ്ട് ഒരു പ്രാവശ്യം ഒരു വീട്ടിൽ പോയപ്പോൾ ഒരു വലിയ പദവി അലങ്കരിക്കുന്ന ഒരു കോടതി ജഡ്ജി, ഓക്കെ, അദ്ദേഹത്തെ കണ്ടുമുട്ടി. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു ഞാൻ പാട്ടുന്ന ആളാണെന്ന്. നേരത്തെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിരുന്നു. അപ്പോൾ എന്നെ ഇങ്ങനെ അടിമുടി നോക്കിയിട്ട് ഇയാളാണോ രതിപുഷ്പം എഴുതിയത് എന്ന്. ഈശ്വര. അപ്പോൾ ഞാൻ പറഞ്ഞു ആണ്, എൻ്റെ മോനും മോക്കുമൊക്കെ ഇഷ്ടമാണ് എന്നിട്ട് പോയി. എനിക്ക് തോന്നുന്നു ഈശ്വര മകളെയും മകനെയും വഴിതെറ്റിക്കുന്ന ആ മോഡാണോ. അപ്പൊ ഇതെനിക്ക് ഉള്ളതുകൊണ്ട് ഇനി ആദരാഞ്ജലി എഴുതുമ്പോ അതാ പറഞ്ഞ ഇത് ആർക്കുള്ളതാണ്, ഇത് ചിലർക്ക് മാത്രമുള്ളതാണ്, ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങ് വിട്ടേക്കുക എന്നുള്ളതാണ്. ഇതിപ്പോ ഇല്ലുമിനാറ്റി കേൾക്കുമ്പോൾ ആൾക്കാർ ചിരിയാ. ഒറിജിനൽ ഇല്ലുമിനാറ്റിക്കാർ പുറകെ വരുന്ന എൻ്റെ പേര്. ഈ ഇല്ലുമിനാറ്റി വെച്ചിട്ട് നമ്മളെ സുഷിൻ ഒരു സമയത്ത് നമ്മുടെ ക്ലബ് എഫ് എമ്മിൽ വന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ആവേശത്തിലൊരു പാട്ട്, അതിനകത്തൊരു വാക്കുണ്ട്, ആ വാക്ക് ട്രെൻഡ് സെറ്റർ ആകും എന്നുള്ളൊരു കാര്യം. ഇതിനെ പറ്റിയാണ് പറഞ്ഞത്. അതെ, ഇല്ലുമിനാറ്റിയെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഇല്ലുമിനാറ്റിക്ക് വേണ്ടിയിട്ട് താങ്കൾ ഒരുപാട് ഫൈറ്റ് ചെയ്തു എന്നും നമ്മൾ കേട്ടു, ജിത്തു. അപ്പോൾ എന്താണ് ഇല്ലുമിനാറ്റിക്ക് പിറകിലുള്ള ആ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി? ഇത് ഈ പാട്ട് മാത്രമാണ് ആവേശത്തിൻ്റെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ചെയ്ത പാട്ട്. അപ്പോൾ ഇത് രംഗണ്ണനെ പറ്റി ഒരു വാഴ്ത്തുപാട്ട് വേണം എന്ന് പറഞ്ഞ് രംഗണ്ണനെ പറ്റി ഒരുപാട് ജിത്തു പറഞ്ഞു തന്നു. അപ്പോൾ സുഷിൻ കമ്പോസ് ചെയ്യാൻ പോയി. അപ്പോൾ ഇതിനൊരു റെഫറൻസ് പാട്ട് മലയാളത്തിലില്ല. നമ്മൾ ഈ ഹീറോ വർഷിപ്പ് സോങ് എന്ന് പറയുമ്പോൾ മറ്റേ നരസിംഹത്തിലെ പാട്ട് അല്ലെങ്കിൽ സിംഗപ്പടയുടെ രാജാവ് എന്നൊക്കെ പറയും, ഈ ഒരു ടൈപ്പേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെടുത്ത റെഫറൻസ് ഒക്കെ കൂടുതലും തമിഴ് പാട്ടുകളാണ്. അപ്പോൾ അതിനകത്ത് കൂടുതൽ ഈ തമിഴ് ഇംഗ്ലീഷ് മിക്സ് ചെയ്തൊക്കെ ഈസിലി എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ട്യൂണാണ് സുഷിൻ കമ്പോസ് ചെയ്ത് തന്നതും, ഒരു 6/8 വൈബുള്ള അപ്പോൾ ഇത് ട്യൂണ് കിട്ടി. ഈ താ നാ 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 നാ. അപ്പോൾ ഇവിടെ ഇതിൽ എന്ത് എഴുതും എന്നാലോചിച്ചിട്ട് അപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു വ്യക്തിയുണ്ട്,
അപ്പം പുള്ളിക്ക് കുറച്ച് രംഗണ്ണനുമായിട്ട് ഭയങ്കര സിമിലർ എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പുള്ളിയെ കളിയാക്കി വിളിച്ചുകൊണ്ടിരുന്ന പേര് ഇലുമിനാറ്റി എന്നാണ്. കാരണം പുള്ളി വളരെ സിമ്പിളാണെന്നൊക്കെ തോന്നുന്നു. പുള്ളി കുറച്ച് ബിസിനസ്സസ് ഉണ്ട്, എന്നാൽ പുള്ളി ചില സമയത്ത് ചില ഗാങ്സ്റ്റർ കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് തോന്നും. ചില സമയത്ത് ഞങ്ങൾ ചോദിക്കും, നിങ്ങൾ ഇലുമിനാറ്റി അല്ലേ? ഞങ്ങളുടെ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ എനിക്കിത് ഉള്ളതുകൊണ്ട് ഇത് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ രംഗണ്ണനെ ഇങ്ങനെ വാഴ്ത്തി കുറേ ലൈൻസ് എഴുതിയ ദിവസം ലാസ്റ്റ് ഒരു ഹുക്കിൽ ഇതിൻ്റെ മേളിൽ എന്തെങ്കിലും വേണം. സർക്കാസം ആവാനും എക്സാജറേറ്റ് ചെയ്യാനും ഒക്കെയുള്ള സ്പേസ് ഈ പടത്തിലുണ്ട്, ആ ഒരു ജോണറത്തിനുണ്ട്. അപ്പം അങ്ങനെ ഈ താനാ അപ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് ഇല്ലുമിനാറ്റി അപ്പോൾ ഇത് കൊള്ളാലോ. അപ്പോൾ അതൊക്കെ നാച്ചുറലി വന്നു. അപ്പോൾ അങ്ങനെ എഴുതിയിട്ട് പിന്നെ അടുത്ത ലൈനിൽ മറ്റേ മല്ലുവും ഇല്ലുമിനാറ്റി കൂടെ ചേർത്ത് മല്ലുമിനാറ്റി പിടിച്ചപ്പോൾ ഭയങ്കര ഹുക്കിങ്. അപ്പോൾ എനിക്ക് എൻ്റെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് ഞാൻ ഇവർക്ക് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ ആദ്യം മുതലേ എഴുതി വന്ന വാക്കുകൾ ഇപ്പം കേൾക്കുന്നതല്ല. ഇപ്പം കേൾക്കുന്നവരെ നാടിൻ നന്മ ഗനെ പൊന്മ അതായിരുന്നില്ല. അപ്പോൾ കുറച്ച് ഇംഗ്ലീഷും മലയാളമൊക്കെ മിക്സ് ചെയ്തൊരു സാധനമായിരുന്നു. അത് കുറച്ച് തകരാറ് ഉള്ള സാധനമാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായില്ല. ഓക്കെ, അത് കൃത്യമായിട്ട് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ ചേർത്താണല്ലോ ഇല്ലുമിനാറ്റി ഇവർ ആദ്യം വായിച്ചേ. അപ്പോൾ മൊത്തത്തിൽ ഇവർ ഇത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം എസ്പെഷ്യലി സുഷിൻ, പിന്നെ മാത്രമല്ല ഇല്ലുമിനാറ്റി എന്നൊക്കെ ഇപ്പം കുറെ പേര് സോഷ്യൽ മീഡിയയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, മലയാളികൾ ചില നടന്മാരുമായിട്ട് റിലേറ്റ് ചെയ്തും ഒക്കെ. അപ്പോൾ അത് വേണമെന്നൊക്കെ ഒരു ഡൗട്ട്. ഞാൻ പറഞ്ഞു ബാക്കി ലൈൻസൊക്കെ മാറ്റാം, ആദ്യത്തെ ലൈൻസൊക്കെ മാറ്റി ഇല്ലുമിനാറ്റി ഒന്ന്. അപ്പോൾ ഇവർ വേറെ എന്തെങ്കിലും ഹുക്ക് എഴുതുന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പിന്നെ ആദ്യത്തെ ലൈൻസൊക്കെ ഒന്ന് മാറ്റി മലയാളമാക്കി, എന്നിട്ട് ഞാൻ അവസാനത്ത് മാറ്റുന്നില്ല. അപ്പോൾ ആദ്യത്തെ ലൈൻ മലയാളം വന്നപ്പോൾ തന്നെ ഓക്കെ, ഇവർക്ക് പകുതി മുക്കാൽ ആശ്വാസമായി. അപ്പോൾ ഒരു ബാലൻസ് കിട്ടി. പിന്നെ ഒരു പോയിന്റിൽ ഇലുമിനാറ്റി ഇവർ ഇഷ്ടപ്പെടാൻ തുടങ്ങി. വെറുത്ത് കുട്ടിശങ്കറിന് ഇഷ്ടമെന്ന് പറഞ്ഞ പോലെ ഇലുമിനാറ്റി ഹുക്ഡായി. പാടാണ് അതിന്. അങ്ങനെ ഒരു 2-3 തവണ അത് കേട്ട് കഴിയുമ്പോഴേ പിന്നെ അവിടെ വേറെ എന്ത് വാക്ക് നമ്മൾ എഴുതിയാലും കാര്യമില്ല. പിന്നെ അതിന് എൻ്റെ ഒരു ഫണ്ടെന്ന് പറഞ്ഞാൽ ഇലുമിനാറ്റി ഒരു വെസ്റ്റേൺ കോൺസെപ്റ്റ് ആണ്. ഇംഗ്ലീഷ് പാടാണ്, വെസ്റ്റേൺ കോൺസെപ്റ്റ് ആണ്. പക്ഷെ ഇതുപോലത്തെ ഒരു ട്യൂണിൽ ഈ തക്കിട ഈ ബീറ്റ് പോകുന്ന സാധനത്തിലേ അതിൽ ഇല്ലുമിനാറ്റി വരുമ്പോഴാണ് അതിൻ്റെ ഒരു പുതുമ. നേരത്തെ ആദരാഞ്ജലി ആദരാഞ്ജലി ഭയങ്കരമായിട്ട് പറഞ്ഞ ദുഃഖം ഉള്ളൊരു വാക്കാണ്. പക്ഷെ അതൊരു കോമഡി പാട്ടിൽ അവിടെ പ്രതീക്ഷിക്കില്ല. അങ്ങനെ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ കാര്യം, നമുക്ക് ഫെമിലിയർ ആയിട്ടൊരു കാര്യം എടുത്തിട്ട് ഫെമിലിയർ അല്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യുമ്പോഴാണ് അപ്പോൾ പുതിയതും ആവും, എന്നാൽ സെൻസ് ഓഫ് ഫെമിലിയാരിറ്റി ഉണ്ട്. അപ്പോഴേ ഒരു ഹിറ്റ് ജനിക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഫോർമുല എന്ന് എനിക്ക് തോന്നുന്നു. കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഹിറ്റാവില്ല, അല്ലെങ്കിൽ സമയമെടുക്കും. പകുതി നമുക്കറിയാം, എന്നാൽ അത് പുതിയൊരു സെറ്റിങ്ങിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതൊരു പുതുമ നമുക്ക് കിട്ടുകയും ചെയ്യും, എന്നാൽ നമുക്ക് അറ്റാച്ച്മെന്റും ഉണ്ട്. അങ്ങനെയാണ് ഹിറ്റ് വരുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ എവിടെയും ഇപ്പൊ റീൽസ് തുറന്നു കഴിഞ്ഞാൽ ഇല്ലുമിനാറ്റി മാത്രമേ ഉള്ളൂ. അത് ഇല്ലുമിനാറ്റി പാട്ടിന് ശേഷമുള്ളൊരു കമന്റ്സും റിപ്ലൈസും ഒക്കെ എങ്ങനെയുണ്ട്? ഭയങ്കരമാണ്. ഇതിൻ്റെ രസം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇല്ലുമിനാറ്റി എന്നൊരു വാക്കായതുകൊണ്ട് മലയാളികൾ അല്ലാത്തവർക്ക് പോലും റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സബ് ടൈറ്റിൽ ഇട്ടുകൊണ്ട് അവരിത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വരുന്ന കമന്റ്സ് തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നും ഉള്ള ആൾക്കാരൊക്കെ ഈ പാട്ട് വൈബ് ചെയ്യുന്നുണ്ട്. ഇല്ലുമിനാറ്റി അവർക്ക് മനസ്സിലായി. വേറെ ജാടയൊക്കെ അയക്കുമ്പോൾ അവർക്ക് മനസ്സിലായില്ല. ജാട മലയാളം വാക്കാണ്. ഗലാട്ട ഇല്ലുമിനാറ്റിയാണ് അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്. പിന്നെ ഒരു ഭീകര കമൻറ്റ് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ പല കമൻറ്റിൻ്റെ ഇടയ്ക്ക് ഒരു ഭയങ്കര സീരിയസ് കമൻറ്റ്, അത് എനിക്ക് വായിച്ച് കുറച്ച് ഡാർക്കായി. ഇത് ഇല്ലുമിനാറ്റിയെ പറ്റി ആണ് എഴുതിയിരിക്കുന്നത്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് എനിക്കും മ്യൂസിക് ഡയറക്ടർക്കും മൊത്തത്തിൽ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ഒരിക്കലും കടക്കാൻ പാടില്ലാത്തൊരു ഏരിയയിലിട്ടാണ് നിങ്ങൾ കടന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞൊരു സാധനം കണ്ടപ്പോൾ കുറച്ച് ഡാർക്കായി. കാരണം ബാക്കി എന്തിനേയും പേടിയില്ലാതിരിക്കാം, മനുഷ്യന്മാരെ പേടിക്കണമല്ലോ. നമുക്ക് ദൈവത്തിനെ പേടിക്കണം എന്ന് പറഞ്ഞാലും പ്രേതത്തിനെ പേടിക്കണം എന്ന് പറഞ്ഞാലും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മനുഷ്യന്മാരെ പേടിക്കണമല്ലോ. അപ്പം അത് മലയാളത്തിലാണോ അതോ വന്നിരിക്കുന്നത്? മംഗ്ലീഷിൽ എന്തുവാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഇല്ലുമിനാറ്റിയുടെ ഫാൻ ബോയ്സ് ആയിരിക്കാം, എൻ്റെ റിസർച്ച് ചെയ്ത ആളായിരിക്കും. ഇനിയിപ്പോൾ ഒറിജിനൽ ഇല്ലുമിനാറ്റിലുള്ളവരാണെങ്കിലും ഇത് കേൾക്കുകയാണെങ്കിൽ ക്ഷമിക്കണം. തെക്കിനിക്കുള്ള വാതിൽ നിങ്ങൾ തുറന്നു. ഞാൻ ഇതിലോട്ടൊന്നും താല്പര്യമുള്ള ആളല്ല, ഇത് തമാശയാണ്. ഒരു വാക്ക് ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഈ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മ്യൂസിക് വേൾഡിലെ ദാസനും വിജയനുമാണ് താങ്കളും സുഷിനും എന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ താങ്കൾ എങ്ങനെ നോക്കിക്കാണും? അത് നിങ്ങൾ ഓഡിയൻസിന് തോന്നുന്ന പരിപാടിയാണ്. ഞങ്ങൾ ബേസിക്കലി സ്ട്രിക്ട്ലി ഈ പറഞ്ഞ പോലെ വർക്ക് വരുമ്പോൾ കൂടുന്നു, അത് ആ സമയത്ത് ഫണ്ണാണ്, സെലിബ്രേഷൻ കഴിയുന്നു, പിന്നെ അടുത്ത വർക്ക് വരുന്നതിനിടയ്ക്ക് ചിലപ്പോൾ വിളിച്ചില്ലെന്ന് പോലും ഇരിക്കും. അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു പരിപാടി. പക്ഷെ എന്തോ ഞങ്ങൾ ചേരുന്ന സമയത്തുള്ള പാട്ടുകൾക്ക് എന്തോ ഒരു രസം സംഭവിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ടുവേർഡ്സ് ഇപ്പോൾ ഈ ഒരു കോവിഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെയ്ത വർക്കുകളിലൊക്കെ അങ്ങനെ എന്തോ ഒരു മാജിക്ക്, എസ്പെഷ്യലി ഹിറ്റ് ഫാക്ടർ എവിടെയോ അടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ അങ്ങനെ പറയുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. സുഷിനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എൻജോയ് ചെയ്യുന്ന മാത്രമല്ല, ഒരു എക്സ്ട്രാ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റിയിലാണ് എഴുതാറുള്ളത്. ഓക്കെ. ദെൻ മ്യൂസിക് ആണോ അതോ ആദ്യം വരികളാണോ? നിങ്ങളുടെ ഒരു കെമിസ്ട്രി എങ്ങനെയാണ്? ഒരു 90% സമയത്തും
ട്യൂണാണ് ആദ്യം ഉണ്ടാവുന്നത്. ഓക്കെ. പലപ്പോൾ അല്ലെങ്കിൽ എന്നെ കൊണ്ട് മാക്സിമം സുഷിൻ എഴുത് എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതിയാലേ ഉള്ളൂ. കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് മ്യൂസിക് കിട്ടിയിട്ട് വർക്ക് ചെയ്യാനാണ്. പക്ഷേ ഈ ഗിവ് ആൻഡ് ടേക്സ് നടക്കും. ഇപ്പം ജാഡ എന്നുള്ള പാട്ടിൽ ഇപ്പോൾ ജാഡ എന്നാണ് ആ പാട്ടിൻ്റെ പേരെന്ന് ആദ്യമേ ഡിസൈഡ് ചെയ്തു. ഓക്കെ. ജിത്തു പറയുമ്പോൾ തന്നെ നമുക്ക് അടുത്തതായിട്ട് നമുക്കൊരു ജാടപ്പാട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അപ്പോൾ ജാടയാണ് ആ പാട്ട്. അപ്പോൾ അതിൻ്റെ ഹുക്ലൈൻ ജാടയാന്ന് ഡിസൈഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു എന്തൊരു ടെമ്പോ എന്തായിരിക്കണം എന്നൊക്കെ ആദ്യമേ ഡിസൈഡ് ചെയ്തു. അപ്പോൾ അതിലേക്ക് എന്തോ പറഞ്ഞ് വന്നിട്ട് ജാട അത് കുറച്ച് ലോ പിച്ചിലായിരിക്കും, കുറച്ച് സ്വാഗിൽ പാടാനായിരിക്കും എന്നൊക്കെ തീരുമാനിച്ചു. ആദ്യത്തെ കുറച്ച് ലൈൻസ് എഴുതാമോ എന്ന് ചോദിച്ചു. എന്നിട്ട് സുഷിൻ ഒരു ബീറ്റ് ഇട്ട് തന്നു. ഞാനപ്പോൾ ഇത് ചെയ്തിട്ട് ജിത്തു സുഷിൻ ഇരിക്കേണ്ടത് എഴുതിയിട്ട് ഇവരുടെ ഫോണിൽ രണ്ടുപേർക്ക് ഞാൻ ടൈപ്പ് ചെയ്യാറേ ഉള്ളൂ, ഞാൻ എഴുതാറില്ല. പേനോട്ട് പേപ്പറിൽ എഴുതുന്ന പരിപാടി ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഞാനിത് ടൈപ്പ് ചെയ്തിട്ട് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് രണ്ടുപേർക്ക് ഫോർവേഡ് ചെയ്യും. ഒരു സാധനം അയച്ചിട്ടുണ്ടെന്ന് പറയും, നോക്കാവോ എന്ന് പറയും. ഇവർ നോക്കും. അപ്പോൾ അതിനകത്ത് അപ്പോൾ നീ എങ്ങനെ ഉദ്ദേശിച്ചെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ കുലീനരെ, ഉദാത്തരെ, ഉറ്റത്തോഴരെ, ശുദ്ധമർത്യരെ, താഴെ വീണ കണ്ട് പല്ലിളിച്ച കൂട്ടരെ, ഏറ്റ തോൽവി കണ്ട് നോക്കി നിന്ന മൂകരെ. അപ്പോൾ ഇത് ഒരു റാപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് മീറ്റർ എന്ന് ഞാൻ ഉദ്ദേശം എന്ന് പറഞ്ഞു. ഓക്കെ എന്നൊക്കെ പറഞ്ഞ് സുഷിൻ കയറിപ്പോ അകത്ത് കമ്പോസിങ് റൂമിലോട്ട് കയറി. പിന്നെ ഇത് കൊണ്ടുവന്നതാണ് കുലീനരേ, ഉദാത്തരേ, ഉറ്റത്തോഴരേ, ശുദ്ധമർത്യരേ, താഴെ വീണ കണ്ട് പല്ലിളിച്ച കൂട്ടരെ, ഏറ്റ തോൽവി കണ്ട് നോക്കി നിന്ന മൂകരെ, തന്നനാനാനാന അത് എഴുതിയിട്ടില്ല, തന്നനാനാനാന അങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ പെട്ടമാനഹാനി ആസ്വദിച്ച നീചരേ, തീർന്നു പോകുമെന്ന് മുൻവിധിച്ച മൂഢരെ, ശക്തിയുള്ളവൻ്റെ കുട പിടിക്കും അൽപ്പരെ, കണ്ണുനീരിനുപ്പ് കറിയിലിട്ട സ്വാർത്ഥരെ, മങ്ങി മാഞ്ഞു ഭൂതകാലം ഇന്നിവൻ്റെ യൂഴം, കൺതുറന്ന് കണ്ണിറച്ച് കാണുക മോനെ ജാട, പച്ചയായ ജാട പുച്ഛമാണ് പോട, ഒന്നിടഞ്ഞു നോക്കടാ ജാട. അടിപൊളി. ചില സാധനങ്ങൾ നമുക്ക് ഓക്കെ ഇങ്ങനെ വരുമ്പോൾ തന്നെ അറിയോ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അത് 3 പേർക്കും കിട്ടും. റോങ് ആണെങ്കിൽ അതും 3 പേർക്ക്, 3 പേരുടെ മുഖത്തും ജിത്തുവിൻ്റെ സുഷിൻ്റെ ആരുടെയെങ്കിലും മുഖത്തെങ്കിലും ഒരു സന്തോഷക്കുറവുണ്ടാവും. ഓക്കെ, നൈസ് നൈസ്. ഈ ജാടയുടെ കേസിൽ ജാട ഈ പച്ചയായ ജാട പുച്ഛമാണ് പോട ആദ്യം എഴുതിയില്ല. ആദ്യം വേറൊരു മീറ്ററിൽ മറ്റേ തനനാന ആ മീറ്ററിൽ വേറെന്തോ എഴുതി. എന്നിട്ട് എല്ലാവരും പോയി ഓക്കെ എന്നൊക്കെ പറഞ്ഞു പോയി. ഞാൻ തിരിച്ച് വീട്ടിലിരുന്ന് ആലോചിച്ചത് ഓക്കെ ആണോ എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ സുഷിൻ്റെ കോൾ വരുന്നു. സുഷിൻ ഇത് തന്നെയാണ് പറയുന്നത്, അത് അങ്ങനെയല്ല വേണ്ടതെന്ന് തോന്നുന്നു, കുറച്ചുകൂടി സിമ്പിളാണ് മീറ്ററിലാണ് വേണ്ടത്, കോംപ്ലിക്കേറ്റ് ചെയ്യണ്ട. അപ്പോൾ ആദ്യം എന്തോ തലയെടുപ്പ് ജാട അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അത്രയൊന്നും പോകണ്ട, നമുക്ക് തന്നനാന അപ്പോൾ അത്ര സിമ്പിളായിട്ട് പിടിച്ചാലേ രസമുള്ളൂ. അങ്ങനെ ഓക്കെ എന്നാൽ നാളെ അങ്ങനെ ഒന്നുകൂടി ഇരിക്കാന്ന് പറഞ്ഞിട്ട് അന്ന് പിറ്റേ ദിവസം പോയിട്ടാണ് പച്ചയായ ജാട ഈ പുച്ഛമാണ് പോട അതൊന്നും എപ്പോഴാണ് ഓക്കെ ഇതായിരുന്നു എന്നുള്ളത്. അടിപൊളി. ഈ ഒരു പാട്ട് നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ അതിൻ്റെ മ്യൂസിക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്, മ്യൂസിക്കാണ് നമ്മളെ പിടിച്ചിരുത്തുന്നത്. പക്ഷേ ആ ഒരു പാട്ട് 2-3 വട്ടം കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ വരികൾക്ക് അത്രയും വരികൾ നമ്മൾ പിന്നീട് അങ്ങോട്ട് ആ പാട്ടിന്റെ റിപ്പീറ്റ് വാല്യൂ കൂട്ടുന്നത് വരികളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ കാരണം നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ മ്യൂസിക് ആയിരിക്കും ശ്രദ്ധിക്കുന്നത്, വരികളുടെ സൗണ്ടിങ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അതിന്. പക്ഷേ എന്താണായിരുന്നു അതിൻ്റെ അർത്ഥം എന്നൊക്കെ ചിലപ്പോൾ ചിലർ 2ാമത്തെ 3ാമത്തെ ലിസണിങ്ങിലാണ് ശ്രദ്ധിക്കുന്നത്. ഇതിനകത്ത് ഈ പറഞ്ഞ ജാടപ്പാട്ട് വരുമ്പോഴേക്കും എനിക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നിയ വാക്കെന്ന് പറയുന്നത്, അതും അങ്ങനെ അധികം കേട്ടിട്ടില്ലാത്തതും, കണ്ണുനീരിനുപ്പ് കറിയിലിട്ട സ്വാർത്ഥരെ. ആ ഒരു വാക്കിന് അതെങ്ങനെ അങ്ങനെ കണ്ണുനീരിനുപ്പ് കറിയിലിട്ട സ്വാർത്ഥരെ, ലൈക്ക് അതാണോ നമ്മുടെ സങ്കടം മറ്റൊരാൾക്ക് തമാശയാണ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. നമ്മുടെ കണ്ണുനീരിൻ്റെ ഉപ്പ് അവൻ കറിയിലിട്ട് കഴിച്ചു. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇത് മറ്റേ ഒരു സെയിങ് ഉണ്ടല്ലോ, ഇത് കം ബാക്ക് ഇസ് ഓൾവേസ് ബിഗർ ദാൻ ദ സെറ്റ് ബാക്ക്. ആ ഒരു ലൈനാണ് എനിക്ക് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ ബേസിക്കലി. അപ്പോൾ അങ്ങനെയാണ് ഈ പാട്ട് തീം. അപ്പോൾ നമ്മുടെ സെറ്റ് ബാക്ക് സമയത്ത് പലതും ചെയ്ത ആൾക്കാരുടെ അടുത്ത് നമ്മൾ കം ബാക്ക് തിരിച്ചു വരുമ്പോൾ പറയുന്ന മറുപടിയാണ് ഈ പാട്ട്. അപ്പോൾ കണ്ണുനീരിൽ ഉപ്പ് നിങ്ങൾ കരഞ്ഞ ഉറപ്പായിട്ട് അതെടുത്ത് കറിയിലിടാനുള്ള ആൾക്കാർ ചുറ്റും ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ വരെ ആയിരിക്കും. ഓക്കെ. അപ്പം പിന്നെ നമ്മൾ തിരിച്ചു വന്നിട്ട് അവരുടെ മുമ്പിൽ നെഞ്ചും വിരിച്ച് നിൽക്കുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ ഈ പാട്ട് പ്ലേ ചെയ്യാം. നമുക്ക് ചില സുഹൃത്തുക്കളുണ്ട്, അവർ നമ്മൾ എന്താണോ അത് കറക്റ്റായിട്ട് നമ്മളോട് പറയും. ഇപ്പം നീ മോശമാണെന്ന് പറഞ്ഞാൽ അത് ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റാണ്, അത് നല്ലതാണെന്ന് പറഞ്ഞാൽ നല്ലതാണ്, പൊടിപ്പും നമ്മളൊന്നും അവർ ചേർക്കില്ല. ഇപ്പോൾ സുഷിൻ ബ്രോ ക്ലബ് എഫ് ഇൻ്റർവ്യൂ വന്നപ്പോഴേക്കും പറഞ്ഞൊരു കാര്യമുണ്ട്, വിനായകനോട് ഞാൻ ക്രിഞ്ചാണെങ്കിൽ ക്രിഞ്ചാണെന്ന് പറയും, അല്ലെങ്കിൽ അല്ലെന്ന് പറയും. അങ്ങനെയാണോ? പിന്നെ സുഷിൻ ഒന്നും നോക്കൂല, മുഖത്ത് നോക്കി പറയും. ഓക്കെ, അത് നല്ലതാണ്. സത്യം. ഇപ്പം ഞാൻ പറഞ്ഞ ഇല്ലുമിനാറ്റിയുടെ ആദ്യത്തെ ഒരു 4 വരി ഈ പറഞ്ഞ പോലെ മാറ്റാൻ കാരണം അങ്ങനെ പറഞ്ഞാണ്. ഇല്ലുമിനാറ്റിയും ക്രിഞ്ചാന്ന് പറയുന്നത് ഞാൻ മാറ്റാൻ സമ്മതിച്ചില്ല. നമ്മുടെ നിലപാടുകളിൽ നമ്മൾ ഉറച്ചു നിൽക്കും. അത് ക്രിഞ്ചാണോ സംശയം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ചിലത് ക്രിഞ്ചാണെന്നങ്ങ് പറയും. അത് നല്ലതാണ്. കാരണം ഈ ജിത്തു നമുക്ക് ഈ സിറ്റുവേഷൻ ഇത് ഇല്ലുമിനാറ്റി പോലത്തെ ഒരു പാട്ട് ഞാൻ മുമ്പ് എഴുതിയിട്ടില്ല. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടില്ല, നമ്മൾ കടന്നു പോവുകയാണോ. അപ്പോൾ അഴിഞ്ഞാട്ടം എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ അഴിച്ചു വിടുമെങ്കിലും ചിലപ്പോൾ അപ്പുറത്തവൻ്റെ പറമ്പിൽ കയറി കഴിഞ്ഞാൽ ഡേ ഇങ്ങ് വാടേന്ന് പറഞ്ഞ് തിരിച്ച് വിളിക്കുന്ന പോലെ ഒരു ലൈൻ കഴിഞ്ഞാൽ ഇവർ തിരിച്ച് വിളിക്കും. അങ്ങനത്തെ ആൾക്കാരാണ് രണ്ടുപേരും. ഓക്കെ. ഈ കോംബോയിൽ ഇനിയും പാട്ടുകളൊക്കെ
വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞാനും Okay. പ്രതീക്ഷിക്കുന്നു. ഈ വരികൾക്ക് അല്ലെങ്കിൽ വിനായകൻ എഴുതുന്ന വരികൾക്ക് എപ്പോഴെങ്കിലും ഒരു പേഴ്സണൽ ടച്ച് കൂടുതലായിട്ട് വരാറുണ്ടോ? വിനായകന് പറയാനുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്ന പോലെ അങ്ങനെയുള്ള അവസരങ്ങൾ വളരെ റെയറായിട്ട് കിട്ടാറുള്ളൂ. കാരണം കൂടുതൽ നമ്മൾ ക്യാരക്ടേഴ്സിന് വേണ്ടി തന്നെയാണ് അവരുടെ ഷൂസിൽ കയറി നിന്നിട്ട് അവരെന്തായിരിക്കും ചിന്തിക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് തന്നെയാണ് പരിപാടി ചെയ്യാറുള്ളത്. പക്ഷേ വല്ലപ്പോഴും ഇതുപോലെ ജാട പോലത്തെ ഒരു പാട്ട് എഴുതുമ്പോൾ ചിലപ്പോൾ നമുക്കങ്ങനെ റിലേറ്റ് ചെയ്ത് തലതെറിച്ചവർ എഴുതിയപ്പോഴും അങ്ങനെ കുറച്ചൊക്കെ റിലേറ്റ് ചെയ്ത് എഴുതിയായിരുന്നു. നമ്മുടെ ആരാധികെ എന്നുള്ള പാട്ടിലെ വളരെ മനോഹരമായിട്ടുള്ള വരികൾ, നീ എങ്ങു പോകിലും അകലേക്കുമായിലും എൻ്റെ ആശകൾ തൻ വെൺതോണിയുമായി തുഴഞ്ഞരികെ വരാം എന്നുള്ള ആ ഒരു വരികളുണ്ടല്ലോ, ആ വരി എഴുതിയ അതേ ആൾ തന്നെയാണ് ജാടയും ഇല്ലൂമിനാറ്റിയും ഒക്കെ എഴുതിയത്. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ അത് എങ്ങനെ, ഞങ്ങളത് എങ്ങനെ ദഹിപ്പിക്കണം? അല്ല, അത് ഒരുപാട് പേര് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ തീരമേ ചെയ്ത സുഷിൻ തന്നെയല്ലേ ഈ പറഞ്ഞ ജാട ചെയ്ത്. അപ്പോൾ ബേസിക്കലി ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പം നമ്മൾ എന്തും ചെയ്യാൻ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. ഇപ്പം ആസ് എ ഫിലിം ഓഡിയൻസ് അല്ലെങ്കിൽ ആസ് എ ലിസണർ ഞാൻ പല ടൈപ്പ് പാട്ട് കേൾക്കുന്ന ആളാണ്. അപ്പം നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ബേസിക്കലി ആഗ്രഹിക്കുന്നത്, ഓഫ് കോഴ്സ് ആദ്യം ആഗ്രഹിക്കുന്നത് നല്ല വർക്ക് കിട്ടുക എന്നുള്ളതാണ്. ആഫ്റ്റർ എ പോയിന്റ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരേ ടൈപ്പ് വർക്ക് കിട്ടല്ലേ എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അതിൽ കുടുങ്ങിപ്പോവും. അപ്പോൾ ബേസിക്കലി എല്ലാം കിട്ടുന്നത് ഒരു അനുഗ്രഹമായിട്ട് കരുതുന്നു. കാരണം ഞാൻ ഇൻഡസ്ട്രി വന്ന ആദ്യത്തെ കുറച്ച് വർഷങ്ങളിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് നല്ലൊരു മെലഡി കിട്ടണേ, നല്ലൊരു ലവ് സോങ് കിട്ടണേ. കിട്ടുന്നുണ്ട്, പക്ഷേ എന്തോ എഴുതി തീർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ബേസിക്കലി എനിക്ക് കുറച്ച് യൂത്ത് വൈബുള്ള പാട്ടൊക്കെയാണ് തരുന്നത്. പടത്തിൽ 4 പാട്ടുണ്ടെങ്കിൽ 3 പാട്ട് എനിക്ക് തരും. 4ാമത്തെ ആ മെലഡി വേറെ ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ ചേട്ടാ ആ പാട്ടൊന്ന് തരുമോ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഈ പറഞ്ഞ അധികം വർഷമൊന്നുമില്ല, ഗപ്പിയൊക്കെ ഇറങ്ങിയൊരു ബ്രേക്ക് കിട്ടിയതിന് ശേഷം മെലഡീസ് നല്ലോണം വരാൻ തുടങ്ങി, ട്രസ്റ്റ് ചെയ്ത് തരാൻ തുടങ്ങി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അതെ മെലഡി എഴുതുന്ന ആൾ ഇപ്പോൾ ഈ പറഞ്ഞ കോവിഡ് സമയത്ത് ലോക്ക്ഡൗൺ വന്നപ്പോൾ അന്ന് ഈ ക്ലബ് ഹൗസ് എന്നൊക്കെ പറഞ്ഞ ആപ്സൊക്കെ വന്നല്ലോ. അപ്പോൾ കുറേ ഡിസ്കഷൻസും പിന്നെ ഫേസ്ബുക്കിലൊക്കെയുള്ള പോസ്റ്റുകളും കാണുമ്പോൾ ഞാൻ മെലഡി എഴുതാൻ പറ്റുന്ന ഒരാളെന്ന രീതിക്ക് കുറേ പേര് പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഈശ്വര ഇതല്ലേ മുമ്പ് കിട്ടാതിരുന്നു, ഇപ്പോൾ മെലഡി എഴുതുന്ന ആളെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് മാറുമോ എന്നൊക്കെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഭാഗ്യത്തിന് ഇപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഇപ്പം ഭീഷ്മപർവ്വവും രോമാഞ്ചവും ആവേശമൊക്കെ വരുമ്പോൾ ഇപ്പം പറയുന്നത് ഫൺ സോങ് എഴുതുന്നതാണ്. അപ്പോൾ ഇതൊന്നും അല്ല, ശരിക്കും ഞാനിതൊന്നും അല്ലെന്ന് അല്ല, ശരിക്കും ഞങ്ങൾക്കെല്ലാം ചെയ്യാൻ താല്പര്യമാണ്. ഞാൻ ബാക്കി ലിറിസിസ്റ്റുകളായാലും മ്യൂസിക് ഡയറക്ടേഴ്സ് ആയാലും പലതും ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പോൾ കുടുങ്ങി പോരുതെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ ഒന്നിൽ. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, നമ്മുടെ ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ സാധനം എന്ന് പറയുന്നത് എപ്പോഴും മെലഡീസും ഈ പറഞ്ഞ ലവ് സോങ്സും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ഡെയിലി ദോശ ഇഡ്ഡലിയും പുട്ടുമൊക്കെ കഴിക്കുന്ന പോലത്തെ പരിപാടിയാണത്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന പാട്ടുകളും 90% നമ്മൾ ടച്ച് ചെയ്യുന്ന, ഇമോഷണലി മൂവ് ചെയ്യുന്ന, നമ്മുടെ മൃദുല വികാരങ്ങളെ തൊട്ടുണർത്തുന്നതെന്നൊക്കെ പറയുന്ന പോലത്തെ പാട്ടുകളാണ് കൂടുതൽ കേൾക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്ത് ഒരു 5-6 പാട്ടൊക്കെ ആകുമ്പം പെട്ടെന്ന് നമ്മൾ വേറൊരു സാധനം ചെയ്യാൻ വേണ്ടി ഒരുപാട് നമ്മൾ ആഗ്രഹിക്കും. എസ്പെഷ്യലി മലയാളം പോലൊരു ഭാഷയിൽ ചിലപ്പോൾ നമ്മൾ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരുപാട് വാക്കുകൾ മെലഡിയിൽ എഴുതാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒരുപാട് വാക്കുകളൊക്കെ എഴുതാൻ വേറൊരു പാട്ട് കിട്ടിയിരുന്നെങ്കിൽ ആലോചിക്കുമ്പോഴാണ് ഇത്തരം ഫൺ സോങ്സ് വരുന്നത്. നമ്മൾ മാക്സിമം അത് എൻജോയ് ചെയ്യും. ഇടയ്ക്ക് വരുന്ന ഫൺ സോങ്സ് ഭയങ്കരമായിട്ട്, അപ്പോൾ നമ്മൾ ഇത്രയും കാലം എഴുതാതെ വെച്ചിരുന്നതൊക്കെ എടുത്ത് പടയ്ക്കാൻ പറ്റുന്ന ഒരു സോങ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ രണ്ടും എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏറ്റവും കൂടുതൽ ടൈം എടുത്ത പാട്ട് ഏതായിരിക്കും? ടൈം ആക്ച്വലി ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതാൻ എടുക്കുന്നതിനേക്കാൾ ഉപരി ചിലപ്പം അത് അവരുടെ ഇപ്പം ഡയറക്ടറിൻ്റെയോ മ്യൂസിക് ഡയറക്ടറിൻ്റെയോ സെയിം പേജിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അതിൽ തന്നെ കറക്ഷൻസ് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ കൂടുതൽ സമയം എടുക്കുന്നത്, എക്സോസ്റ്റഡ് ആവുന്നതൊക്കെ അങ്ങനെയായിരിക്കും. പിന്നെ അങ്ങനെ ഇൻ ജനറൽ പറയാൻ ഇപ്പോൾ പർദീസ് എന്നുള്ള പാട്ടിന് ആ വാക്ക് കിട്ടാൻ കുറച്ച് ടൈം എടുത്തു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരുപാട് ഡ്രാഫ്റ്റ് എഴുതിയൊരു പാട്ട് കാണേയിലെ പാൽനിലാവിൻ പോയി കഴിയുന്ന ഒരു പാട്ടുണ്ട്. അത് ഒരുപാട് ഡ്രാഫ്റ്റ് എടുത്തു. അപ്പോൾ എനിക്ക് ഡ്രാഫ്റ്റ് വീണ്ടും എഴുതുമ്പോഴും എനിക്കൊക്കെ എഴുതുന്നത് മിക്കത് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ വീണ്ടും ഡ്രാഫ്റ്റ് എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഫൈനലി ഇപ്പം ലോക്ക് ചെയ്തിരിക്കുന്ന ആക്ച്വലി ഏറ്റവും ആദ്യം എഴുതിയ ഡ്രാഫ്റ്റിലെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഡിപ്പെൻസ് നമ്മുടെ, പിന്നെ നമുക്ക് എന്ത് എഴുതണം, ഇന്ന് നല്ല പാട്ട് എഴുതിക്കളയെന്ന് പറഞ്ഞ് നമ്മളിരുന്ന നടക്കൂല. അപ്പോൾ വേറെ ആരെങ്കിലും നമ്മുടെ തലയിൽ തോന്നിക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ് അങ്ങനെ ഒരു സാധനം നമ്മുടെ തലയിലേക്ക് വരാനായിട്ട്. ചില സമയത്ത് ഞാൻ പറയും എനിക്കിന്ന് വരും തോന്നുന്നില്ല, ഒന്ന് പോയി കിടന്ന് ഉറങ്ങി ഫ്രഷായിട്ട് നാളെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അങ്ങനെയൊക്കെ ഫ്രീഡം തരുന്ന ആൾക്കാരോട് ഒരുപാട് നന്ദിയുണ്ട്. ദെൻ ഏറ്റവും ഈസി ആയിട്ട് ഫോം ചെയ്ത പാട്ട് ഏതാണ്? ഇപ്പോൾ ഇതിനകത്ത് ഈ ആവേശത്തിൽ ഏറ്റവും പെട്ടെന്ന് തീർന്നു എനിക്ക് തോന്നുന്നു ഗലാട്ട, വളരെ പെട്ടെന്ന് തീർന്നു. പക്ഷെ പൊതുവേ ഇപ്പോൾ ടൈം ലൈനൊക്കെ ഇപ്പം നാളെ സെൻസറാണ് ഇന്ന് വേണമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ഒക്കെ പെട്ടെന്ന് നമ്മൾ വർക്ക് ചെയ്യും. ഇപ്പോൾ കുമ്പളങ്ങിയിലെ എഴുതാ കഥ പോലെന്നുള്ള പാട്ട്
ഒരു 2 മണിക്കൂറല്ല, ഇപ്പം ഞാൻ കോഴിക്കോട് നിൽക്കുമായിരുന്നു. അപ്പം കുമ്പളങ്ങിയിൽ എനിക്കൊരു പാട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ആ സിനിമയിൽ വർക്ക് ചെയ്യണമെന്ന്. അപ്പോൾ അതിന് ഷൂട്ടൊക്കെ കഴിഞ്ഞു, അവിടെ ഇറങ്ങാറായി. അപ്പോൾ ഞാൻ ഓൾറെഡി പാട്ടൊക്കെ എഴുതി കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ സുഷിൻ വിളിക്കുന്നു, ശ്യാമേട്ടൻ വിളിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു പാട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം മധുചേട്ടൻ വിളിച്ച് സിറ്റുവേഷൻ പറയും. അപ്പോൾ ഞാൻ എവിടെയുണ്ട്? അപ്പോൾ ഞാൻ കോഴിക്കോടാണ്, കൊച്ചിയിലേക്ക് വരാൻ പോകുന്നുണ്ട്, ട്രെയിൻ കയറാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊന്ന് എഴുതി നോക്ക് എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ട്രെയിനിലിരുന്ന് ഈ പാട്ട് പലതവണ കേട്ടു. ആ ട്രെയിനിൽ വെച്ച് തന്നെ എഴുതാൻ തുടങ്ങി. കൊച്ചി എത്തിയപ്പോഴത്തേക്കും ഞാൻ പാട്ട് എഴുതി കഴിഞ്ഞു. എന്നിട്ട് നേരെ ഞാൻ ഇവരുടെ അടുത്തേക്കാണ് പോയത്. അപ്പോൾ ഇവരുടെ അടുത്തേക്ക് പോയി പരിപാടി കാണിച്ചു. 1-2 ലൈറ്റ് കറക്ഷൻസ് ഉണ്ടെങ്കിലും അവിടെ വെച്ചത് ഫിക്സായി എന്നൊക്കെ പറഞ്ഞ പോലെ പെട്ടെന്ന് പരിപാടികൾ തീർന്നിട്ടുണ്ട്. അത് എന്താ പെട്ടെന്ന് ഓർഗാനിക്കലി, അത് എൻ്റെ കയ്യിലല്ല, എല്ലാം സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ലിറിസിസ്റ്റുകളെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ദെൻ അതേപോലെ തന്നെ പേയ്മെൻറ്റും അങ്ങനെ തന്നെയാണോ? ബേസിക്കലി നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു ഇൻഡസ്ട്രി ചെറുതാണ് എന്ന് പറയുന്നൊരു കാര്യമാണ് ഇത്രയും കാലം കേട്ടത്. ഈ വർഷം പോലും അത് കേൾക്കാൻ റെഡിയല്ല. ഇൻഡസ്ട്രി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ബാക്ക് ടു ബാക്ക് ഇൻഡസ്ട്രിയുടെ അതിർവരമ്പുകളൊക്കെ കടന്നു പോകുന്ന ഹിറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇൻഡസ്ട്രി വലുതാകുമ്പോൾ ഓഫ് കോഴ്സ് പേയ്മെൻറ്റും കൂടുന്നു എന്നുള്ളൊരു കാര്യത്തിലാണ് ഇപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതെ അതെ അതെ, അങ്ങനെ തന്നെ ആവട്ടെ. കാരണം നമുക്കറിയാം, നമുക്ക് ബാക്കിയുള്ള ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് ഇതേപോലത്തെ ഒരു പാട്ട് എഴുതുന്ന ഒരാൾക്ക് കിട്ടുന്നതെന്ന് അറിയാം. ബേസിക്കലി മാർക്കറ്റ് ആണ് ഇതിനെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്ന് തോന്നുന്നു. വിനായക് ബ്രോയുടെ ലൈൻസ് നോക്കുമ്പോഴേക്കും ഹുക്ക് ലൈൻസ് ചിലതൊക്കെ ഭയങ്കരമായിട്ട് ഹിറ്റ് ആവുന്നുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗലാട്ട ആണെങ്കിലും ജാടയാണെങ്കിലും ഇല്ലുമിനാറ്റി ആണെങ്കിലും ആദരാഞ്ജലി ആണെങ്കിലും ഇങ്ങനെയുള്ള ചില വാക്കുകൾ ഭയങ്കരമായിട്ട് ഹിറ്റ് ആവുന്നുണ്ട്. ആ ലൈൻസ് ഭയങ്കരമായിട്ട് ഹിറ്റ് ആവുന്നുണ്ട്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, തമിഴ്നാട്ടിലൊക്കെ പുതിയ തമിഴ് വാക്കുകൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. കാരണം ലാംഗ്വേജ് ഓരോ വർഷം കഴിയുന്തോറും മാറിക്കൊണ്ടിരിക്കുകയാണ്, വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ മലയാളത്തിലാണെന്നുണ്ടെങ്കിലും ഇപ്പം നമ്മൾ ദിവസം യൂസ് ചെയ്യുന്ന മറ്റ് ഭാഷകളിലെ വാക്കുകളൊക്കെ ഉണ്ട്, ഇംഗ്ലീഷ് വാക്കുകളൊക്കെ കൂടുതൽ. കാരണം അതിന് പ്രോപ്പറായിട്ടുള്ളൊരു മലയാളം എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ ബസ് എന്ന് പറയുമ്പോഴേക്കും അതിന് മലയാളം നമ്മൾ എന്ത് പറയും എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ പുതിയ വാക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് വിനായകന് കിട്ടിക്കഴിഞ്ഞാൽ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാക്കുകൾ താങ്കളുടെ കയ്യിലുണ്ടോ? അല്ല, വാക്കുകൾ എൻ്റെ കയ്യിൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അത് തമിഴ്നാട്ടിൽ അവർ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിന് വേണ്ടി ഒരു അതോറിറ്റി എനിക്ക് എൻ്റെ അറിവിൽ ഉണ്ട്. അത് ഭാഷകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ പ്രസക്തമായ ചോദ്യമാണ് ചോദിച്ചത്. ഇന്നല്ലെങ്കിൽ നാളെ, ഇന്ന് ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രോബ്ലം നാളത്തെ ലിറിസിസ്റ്റുകൾ എന്തായാലും അഭിമുഖീകരിക്കാൻ പോകുന്നത്. നാളത്തെ വെച്ചാൽ 2050 ഒരാൾ ലവ് സോങ് എഴുതിയാൽ എത്ര കാലം നമ്മൾ മറ്റേ അല്ലിയാമ്പൽ കടവിൽ കാമുകനും കാമുകിയും മറ്റേ കൊതുമ്പ് വളം തുഴഞ്ഞ കാര്യം പറയും. ഇന്ന് അല്ലിയാമ്പൽ കടവൊന്നും ഇല്ല. ഇന്ന് ബൈക്കിൽ യാത്ര ചെയ്യുന്നു. 2050 നമ്മൾ എങ്ങനെ യാത്ര ചെയ്യുന്നു നമുക്കറിയില്ല. അപ്പോൾ വരുന്ന വാക്കുകളൊക്കെ ഇംഗ്ലീഷ് വാക്കുകളായിരിക്കും. അപ്പം തമിഴിൽ ഇംഗ്ലീഷ് വാക്കെടുത്ത് പാട്ടിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അവിടുത്തെ മെലഡീസിൽ വരെ ഇപ്പോൾ കണ്ടിട്ടില്ലേ നമ്മൾ, ന്യൂട്രോൺ ഇലക്ട്രോൺ മറ്റേ കണ്ണിലെ മൊത്തം എത്തനെന്ന് നോക്കുന്നത്, അല്ലെങ്കിൽ ചന്ദ്രനെ തൊട്ടതിയ നീൽ ആംസ്ട്രോങ് എന്നൊക്കെ പറഞ്ഞ് മെലഡീസിൽ വരുന്നുണ്ട്. ഇവിടെ മെലഡീസിൽ പോയിട്ട് ബാക്കി പാട്ടുകളിൽ പോലും ഇംഗ്ലീഷ് വാക്കുകൾ മലയാളമായിട്ട് അങ്ങ് സിങ്ക് ആയി പോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഈ മലയാളം വാക്കുകൾ നമുക്ക് ഇല്ലാതിരിക്കുന്നത്. ഈ തത്തുല്യമായ തമിഴിൽ വൈഫൈക്ക് തമിഴ് വാക്കുണ്ട്, ഫോണിന് കൈപ്പേസി എന്ന് പറയും. വളരെ സിമ്പിളാണ് കൈപ്പേസി. കനിനി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ, അപ്പോൾ മടിക്കനിനി എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പ്. അപ്പോൾ ഇങ്ങനത്തെ വാക്കുകൾ അവിടെ ഉണ്ട്. അപ്പോൾ വളരെ ഈസിലി അവർക്ക് പുതിയ ഇത് പാട്ടിലെഴുതാൻ പറ്റുന്ന വാക്കുകളാണ്. നമ്മൾ ചുമ്മാ ഇപ്പോൾ ദൂരദർശിനി എന്നൊക്കെ പറഞ്ഞ പോലത്തെ വാക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു വാക്ക് എല്ലാത്തിനും ഉണ്ടെങ്കിൽ ഭാവിയിൽ, കാരണം നമ്മളിപ്പോൾ കത്തെഴുതി പ്രേമിക്കുന്ന കാലം കഴിഞ്ഞു. അതിന് മുമ്പ് മറ്റേ മേഘ സന്ദേശമായിരുന്നു, കത്തെഴുതി. ഇപ്പം നമ്മൾ ടെക്സ്റ്റ് ചെയ്തും ഇങ്ങനെ. അപ്പം ഇതെങ്ങനെ പാട്ടിലെഴുതും? വളരെ മറ്റേ പെപ്പി ആയിട്ടുള്ള ക്വർക്കി ആയിട്ടുള്ളൊരു പാട്ടിൽ ചിലപ്പോൾ എഴുതാം, പക്ഷെ ഒരു മെലഡിയിൽ എങ്ങനെ എഴുതും? അപ്പോൾ അത് ഞാനിത് എപ്പോഴും ആലോചിക്കാറുണ്ട്. പലപ്പോഴും അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ അപ്പോഴാണ് നമ്മൾ വീണ്ടും മറ്റേ ഉപമകളിലേക്കൊക്കെ തേടി പോകുന്നത്. മേഘ സന്ദേശം അയച്ചത് പോലെ എന്നൊക്കെ പറഞ്ഞ് വളഞ്ഞു മൂക്ക് പിടിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിലൊരു ഡിസോണസ്റ്റി ഉണ്ട്. സത്യം പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങളെ നമ്മൾ ഓവർ പൊയറ്റിക്കായിട്ട് അഡ്രസ്സ് ചെയ്യുന്നതിൽ ചെറിയൊരു ഡിസോണസ്റ്റി ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, എപ്പോഴാണ് നമ്മളത് സ്ട്രെയിറ്റ് ആയിട്ട് പാട്ടിൽ എഴുതാൻ പറ്റുന്നൊരു കാലം ഉണ്ടാവുക. നമ്മളും നമ്മുടെ നിഘണ്ടുവും ഡിക്ഷണറിക്ക് അപ്ഡേറ്റ് ആവേണ്ട ഒരു കാലമായി എനിക്ക് തോന്നുന്നു. പിന്നെന്ന് വെച്ചാൽ മലയാളം പാട്ടിൽ ഇപ്പം മലയാളത്തിൽ ഇങ്ങനത്തെ വാക്കുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇംഗ്ലീഷ് വാക്കുകൾ എഴുതുന്നത്. അന്നേരം ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് പാട്ടുകൾ ഇങ്ങനെ നിങ്ങൾക്ക് പുതുമ പോലെ തോന്നും, ചിലപ്പോൾ ഡബ്ബിംഗ് പാട്ട് പോലെയൊക്കെ തോന്നും. അപ്പം പക്ഷേ ഓഡിയൻസ് ഭയങ്കര അൺഫോർഗിവിംഗ് ആണ്. അപ്പം ഇങ്ങനത്തെ ഒരു പാട്ടിൽ എന്തെങ്കിലും എക്സ്പെരിമെൻറ്റ് ചെയ്ത് എഴുതി, ഞാൻ 1-2 പാട്ടിൽ അങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷ് വാക്കുകൾ മനഃപൂർവ്വം മലയാളത്തിൽ മിക്സ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. പക്ഷേ തീരെ അംഗീകരിക്കൂല, വയലാർ എഴുതും ഇതുപോലെ എന്നൊക്കെയുള്ള കമന്റുകൾ വരും താഴെ. അപ്പോൾ ഇങ്ങനൊരു 4-5 പാട്ടുകൾ എക്സ്പെരിമെന്റ് ചെയ്ത് നിങ്ങൾക്ക് കേട്ട് സെറ്റ് ആവാൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാരെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പാട്ടിൽ നമുക്ക് എഴുതാൻ തോന്നില്ല. ഈശ്വര, ഇത് കഴിഞ്ഞ പാട്ടിൽ ഇങ്ങനെ എഴുതിയ പൊങ്കാല വന്നു. മനസ്സിലായി. ഒരു 3-4 പേര് പറഞ്ഞാൽ മതി 10 പേരിൽ
അത് പ്രോബ്ലം അല്ലേ. അപ്പം എക്സ്പെരിമെൻറ്റേഷനും നമ്മളിങ്ങനെ മടിക്കും ഇത് കാരണം. എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഇപ്പോഴും പറയുന്ന ആളുകളുണ്ട് പഴയ പാട്ടുകൾ എത്ര മനോഹരമാണ്, അതിൽ വരികൾ എത്ര മനോഹരമാണ് എന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ പുതിയ പാട്ടുകൾക്ക് ആ ഒരു ഭംഗിയുണ്ട്, എങ്കിലും ഈ പറഞ്ഞ പോലെ ആ ഒരു കാലത്തിനനുസരിച്ച് പാട്ടുകളിൽ മാറ്റം വരണമെന്ന് ആളുകൾ ആഗ്രഹിക്കാത്ത പോലെ തോന്നുന്നുണ്ട് അല്ലേ? അല്ല, ബേസിക്കലി അത് റിയാലിറ്റിയിൽ നമ്മൾ നിന്നുകൊണ്ട് ആലോചിക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ പഴയ പാട്ടുകൾ ഭംഗിയാണെന്ന് ഇപ്പോഴത്തെ പാട്ടുകൾ കൊള്ളില്ല എന്ന് ഗിരീഷ് പുത്തഞ്ചേരിയും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഗിരീഷേട്ടൻ, അതെ, അടിപൊളിയാണ്. ഗിരീഷേട്ടനെ പറ്റിയുള്ള വർണ്ണനകളാണ് ഇൻസ്റ്റാഗ്രാം. ഇത് നമ്മൾ അന്ന് വർണ്ണിക്കേണ്ടതാണ് ബേസിക്കലി. ഇത് ഇന്ന് വർണ്ണിച്ചിട്ടാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ബേസിക്കലി പഴയത് എപ്പോഴും നല്ലതാണ്. നമുക്ക് നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് തന്നെ അതാണല്ലോ. അയ്യോ 10 വർഷം മുമ്പത്തെ സ്കൂൾ ലൈഫ്, അന്നത്തെ ഓണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ കാലം മാറുന്നതനുസരിച്ച് എല്ലാം മാറും. ഇപ്പോൾ സിനിമ മാറുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എപ്പോഴാണ് ഈ മലയാള സിനിമയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കാമുകനും കാമുകി അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലായി, കഥ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതിന് പെട്ടെന്ന് പോസ് ചെയ്തിട്ട് ഇവർ രണ്ടുപേരും കൊടൈക്കനാലിൽ പോയിട്ടൊരു ഡാൻസ് കളിക്കുന്ന പരിപാടി ഇന്നില്ല. സിനിമ എന്ന് പറഞ്ഞാൽ കണ്ടംപററി ആയിട്ടുള്ള സ്റ്റൈലിലേക്ക് മാറി. അപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സും അങ്ങനെ മാറുന്നു. അപ്പോൾ ഇവരിങ്ങനെ മാറുമ്പോൾ ഒബ്വിയസ്ലി ലിറിക്സും അങ്ങനെ അവരുടെ കൂടെ സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ പുതിയ പാട്ടുകൾ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ ഇപ്പോഴത്തെ പാട്ടുകൾ ശരിയല്ല, പഴയ പാട്ടുകളാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോഴത്തെ പാട്ടുകൾ ഇത് ഹിറ്റാണല്ലോ ഇപ്പോഴത്തെ പാട്ടുകൾ. അപ്പോൾ അതിനൊരു ഓഡിയൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇത് ഹിറ്റാവുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ഓഡിയൻസ് മാർക്കറ്റിൽ കുറയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇഫ്തിക്കല്ലേ, നമ്മുടെ ജൂണിൻ്റെ മ്യൂസിക് ഡയറക്ടർ. ഇപ്പോൾ ഇഫ്തിക്ക് ഞാനും ചെയ്തൊരു പാട്ടുണ്ട് എങ്കിലും ചന്ദ്രിക എന്നൊരു പടത്തിൽ, എങ്കിലും ചന്ദ്രിക. അതിനകത്ത് മുത്തേ ഇന്നൻ കണ്ണിൽ പുഞ്ചിരി മുത്തുകൾ വിതരണ ആ പാട്ടുണ്ട്. എത്ര വ്യൂസ് ഉണ്ടെന്ന് പോയി നോക്കി നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ പാട്ടുകൾ ഇറങ്ങുമ്പോൾ ഇവരോടെ പോയി. ഇപ്പോൾ വിദ്യാസാഗർ സാറായിട്ട് ഞാൻ വർക്ക് ചെയ്ത സോളമൻ്റെ തേനീച്ചകളിലെ വിരൽ തൊടാതെ എന്നൊരു ഉദാഹരണം പറയും. ഇങ്ങനത്തെ പാട്ടുകൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇതിനൊന്നും വ്യൂസ് ഇല്ല, യൂട്യൂബിൽ വ്യൂസ് ഇല്ല, അല്ലെങ്കിൽ ഇതൊന്നും ഹിറ്റാവുന്നില്ല. അപ്പോൾ ഞങ്ങളെന്താണ് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഇങ്ങനത്തെ പാട്ട് ഹിറ്റാവുമ്പോൾ ഉറപ്പായി, ഇപ്പം ഇങ്ങനത്തെ ഒരു പാട്ട് ഇറങ്ങി ഹിറ്റായി, ഉറപ്പായിട്ട് ബാക്കിയുള്ളവർ ഇങ്ങനത്തെ പാട്ട് ഉണ്ടാക്കാൻ വേണ്ടി പ്രഷറൈസ്ഡ് ആവും. അപ്പം ഇങ്ങനത്തെ ഒരുപാട് പാട്ടുകൾ ഇറങ്ങും. അപ്പോൾ ബേസിക്കലി ഓഡിയൻസ് ഇല്ല എന്നുള്ളതാണ് ആസ് എൻ ഇൻഡസ്ട്രി നമ്മൾ നോക്കുമ്പോൾ, ഒരു ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സോ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഓപ്പൺ അപ്പ് ആവണം എന്നുള്ളതാണ്. ബേസിക്കലി എല്ലാത്തിനും അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു സെൻസ് ഓഫ് മൈൻഡ് നമുക്ക് വരണം. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ പാട്ടുകൾ വരുന്നത് വെച്ചാൽ അതിന് ആൻസർ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓണസ്റ്റ് അനാലിസിസ്. ഓക്കെ, സോ നമ്മുടെ ഡിക്ഷണറി ഒക്കെ അപ്ഡേറ്റ് ആവട്ടെ എന്ന് പറയുന്നു. ദെൻ നേരിൽ റൂഹ എന്നുള്ള പാട്ട് എത്ര മനോഹരമായിട്ടാണ് ആ ഒരു പാട്ട് വന്നിരിക്കുന്നത്. നല്ല പാട്ടല്ലേ? നല്ല പാട്ട്, മെലഡി അല്ലേ? മെലഡിയാണ്, പുതിയ കാലത്തെ പാട്ടല്ലേ? അതെ, ലൈക്ക് ആ ഒരു പാട്ടിന് എന്തെങ്കിലും ബാക്ക് സ്റ്റോറി ഉണ്ട്? കാരണം ഇത്രയും നമ്മൾ കേൾക്കുമ്പോഴേക്കും നമ്മൾ വല്ലാണ്ട് ലൈക്ക് മെൽറ്റായി പോകുന്ന പോലത്തെ ഒരു ഫീലാണ്. താങ്ക് യു. അത് ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒന്ന് ജിത്തു സാറിൻ്റെ കാര്യം പറയണം. ജിത്തു ജോസഫ് സാറും ഇപ്പോൾ ഒരു 4-5 സിനിമയായിട്ട് വർക്ക് ചെയ്തു. റാമിലാണ് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അത് ഇപ്പോഴും ഷൂട്ടിംഗ് ബാക്കിയുണ്ട്, ഇത് ഇറങ്ങും. പിന്നെ ദൃശ്യം 2ഉം കൂമൻ, 12th മാൻ, അങ്ങനെയുള്ള കുറച്ച് നേര് വരെയുള്ള സിനിമകളുണ്ട്. അപ്പോൾ സാറിൻ്റെ ഫിലിമിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ ബേസിക്കലി ഞാൻ ജസ്റ്റ് ആസ് എ ലിറിസിസ്റ്റ് മാത്രമല്ല ഇൻവോൾവ് ആയിട്ടുള്ളത്. സാറുമായിട്ടും സാറിൻ്റെ ഫാമിലിയായിട്ടും സാറിൻ്റെ ടീമുമായിട്ടും ഒക്കെ പേഴ്സണലി കണക്റ്റഡ് ആണ്. സ്ക്രിപ്റ്റ് നമുക്ക് വളരെ നേരത്തെ വായിക്കാൻ തരും. ഞാൻ കേട്ടിട്ടുണ്ട് ദൃശ്യത്തിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യം വായിച്ചത് താങ്കളാണ്. ദൃശ്യം ആദ്യം ദൃശ്യം 2ൻ്റെ സ്ക്രിപ്റ്റ് ആദ്യം വായിച്ച കുറച്ചാളുകൾ ഞാൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഇത് സാറിന് ആദ്യമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ദൃശ്യത്തിൻ്റെ ഒരു ഫാൻ ബോയ് എന്ന രീതിക്കാണ് മീറ്റ് ചെയ്യുന്നത്. കാരണം എൻ്റെ ഒരു ഫ്രണ്ടിന് അവിടെ സാറിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എടാ എനിക്ക് എപ്പോഴെങ്കിലും സാറിനൊന്ന് കാണാനൊരു അവസരം ഉണ്ടാക്കി തരണം. ഒന്നുമില്ല, ദൃശ്യത്തിൻ്റെ അത്രയും വലിയ ഫാൻ ബോയ് ആണ്. അപ്പോൾ അത് എഴുതിയ ആളെ ഒന്ന് കാണണം, അത് എഴുതിയ ആ കൈകൾ, വലം കൈ എനിക്കൊന്ന് ചുംബിക്കണം എന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞ് ഇങ്ങനത്തെ ക്രിഞ്ച് പരിപാടിയാണെങ്കിൽ കൊണ്ടുവരില്ല, ചുംബിക്കാതെ നിൽക്കരുത്, ചുംബിക്കില്ലെന്നൊക്കെ വാക്ക് തന്നാൽ ആലോചിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് പോയത്. അപ്പോൾ അങ്ങനെ പോയിട്ട് സാറിൻ്റെ അടുത്ത് ഇത് പറഞ്ഞു. സാറ് പറഞ്ഞു സാറിനൊന്നും ഇഷ്ടമല്ല, അപ്പം ക്രിഞ്ച് പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ അന്ന് ഞങ്ങൾ സംസാരിച്ച ബേസിക്കലി ലോക്ക്ഡൗണിൻ്റെ മുമ്പാണെന്ന് തോന്നുന്നു, ദൃശ്യത്തെ പറ്റിയാണ് കൂടുതൽ. പിന്നെ ആ മീറ്റിങ്ങിൽ സാറ് ചോദിച്ചു ഇതുപോലെ മ്യൂസിക് ഡയറക്ടേഴ്സ് പുതിയ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ, ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പുതിയ എന്തെങ്കിലും ഉള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടോ ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കോളേജിൽ പഠിച്ച, ഞങ്ങൾ ഒരുമിച്ച് സിനിമ സ്വപ്നം കാണാൻ തുടങ്ങിയത്, വിഷ്ണു ശ്യാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവൻ്റെ ഒരു പേര് പറഞ്ഞു. അപ്പോൾ റാം എന്നുള്ള സിനിമയുടെ സമയമായിരുന്നത്. അപ്പോൾ അവനെ സാറ് വിളിപ്പിക്കുകയും റാമിൻ്റെ തീംസ് ചെയ്യിപ്പിക്കുകയും സാറിന് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെ റാമായിരുന്നു എൻ്റെ ഫസ്റ്റ് ഫിലിം.
ഓക്കെ. അപ്പോൾ അവനാണ് റൂഹയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നേര് എന്ന് പറഞ്ഞ സിനിമ തുടങ്ങുമ്പോൾ അതിൽ പാട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇപ്പം 12th മാൻ എന്നുള്ള സിനിമേൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് വായിക്കാൻ തരുമ്പോൾ അതിൽ പാട്ടില്ല. പാട്ടില്ലാത്തൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് എനിക്ക് വായിക്കാൻ തരുക എന്ന് പറയുമ്പോൾ എൻ്റെ ലിറിസിസ്റ്റ് മാത്രമായിട്ടല്ല കണ്ടിരിക്കുന്നത്, വായിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാൻ തരും. എന്നിട്ട് കൃത്യമായിട്ട് ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ, സാറിൻ്റെ വീട്ടിലിരുന്നാണ് വായിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ വന്നിട്ട് എന്താണ് തോന്നിയെന്ന് പറയാൻ പറയും. അതെല്ലാം സാറ് കൃത്യമായിട്ട് കേൾക്കും. പോയിൻ്റുള്ള കാര്യമാണെങ്കിൽ ചിലപ്പോൾ ഡിബേറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പോവും. അപ്പോൾ ഇത് കൃത്യമായിട്ട് പാട്ടില്ലെന്ന് പറഞ്ഞാൽ വായിക്കാൻ തരണം. അപ്പോൾ സാറ് എന്തെങ്കിലും ഒരു പാട്ട്, എവിടെയെങ്കിലും ഒരു പാട്ട് എന്ന് പറഞ്ഞ് അവസാനം പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് അതിനകത്ത് 2 ഇംഗ്ലീഷ് സോങ് വന്നു. അപ്പോൾ അതുപോലെ ഈ റൂഹ എന്നുള്ള പാട്ട് പടത്തിലില്ല. പിന്നെ വേണമെങ്കിൽ ഒരു പ്രൊമോ സോങ് ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാറ എന്ന് പറഞ്ഞ അനശ്വര ചെയ്യുന്ന ക്യാരക്ടറിനെ പറ്റി ആ പെൺകുട്ടിയുടെ എന്തായിരിക്കും ആ പെൺകുട്ടിയുടെ മനസ്സിലെ ചിന്ത, അപ്പോൾ അത് വെച്ചിട്ടാണ് അവനത് കമ്പോസ് ചെയ്തത് വിഷ്ണു. അപ്പോൾ അതിന് ലിറിക്സ് എഴുതി റൂഹെ എന്ന് പറയുന്നൊരു നല്ലൊരു വേർഡ്, ക്യാച്ചി വേർഡ് അതിന് കിട്ടി. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ എഡിറ്ററിൻ്റെ പേര് വിനായക് എന്നാണ്, സാറിൻ്റെ ഫിലിംസ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ വിനായക് ഒരു സ്ഥലത്ത് ഇത് പ്ലേസ് ചെയ്തപ്പോൾ ഭയങ്കര കറക്റ്റാണ് സിനിമയിൽ. അപ്പോൾ അങ്ങനെയാണ് ഇത് സിനിമയിലേക്ക് വന്നത്. അപ്പോൾ സാറിൻ്റെ ഫിലിംസിൽ എഴുതുമ്പോൾ എനിക്ക് ആ ഒരു ഈ പറഞ്ഞ രോമാഞ്ചോ ആവേശമോ ഒക്കെ പോലെ സിനിമയെ തോളിലെടുത്ത് നടക്കേണ്ട അത്രയും റെസ്പോൺസിബിലിറ്റി ഒന്നും പാട്ടിനില്ല. കഥയ്ക്ക് അതിനകത്ത് ഒരു ഫ്ലോ ഉണ്ട്. അപ്പോൾ ചെറിയൊരു ഉന്ത് വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊക്കെ സത്യം പറഞ്ഞാൽ പാട്ടുകൾ കൊണ്ട് ഉണ്ടായിട്ടുള്ളൂ. ഇതുവരെ വർക്ക് ചെയ്ത പടങ്ങളല്ല, മ്യൂസിക്കൽ ഫിലിംസ് അല്ല, ത്രില്ലേഴ്സും അങ്ങനത്തെ സിനിമകളൊക്കെ ആണല്ലോ. അപ്പോൾ ഒരു പാട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ അത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് ചിലപ്പോൾ ഒരുപാട് ഡ്രാഫ്റ്റ് എഴുതും. സാറ് പറഞ്ഞിട്ടല്ല എഴുതുന്നു ഒരുപാട് ഡ്രാഫ്റ്റ്. നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാനും വിഷ്ണു അല്ലെങ്കിൽ അനിലേട്ടനാണെങ്കിൽ അനിൽ ജോൺസൺ ആണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് ബെസ്റ്റ് എന്താണ് എന്ന് പറഞ്ഞിട്ട് സാറിന് പ്രസൻറ്റ് ചെയ്യും. അങ്ങനൊരു ഫണ്ണാണ് സാറിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത്. വിനായക് ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് കേട്ടു. മൂവി വിശേഷങ്ങൾ, അടുത്തൊരു റോളിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ മറ്റൊരു റോളിലേക്ക് കാലുവെപ്പ് എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ബേസിക്കലി കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് പാട്ടൊന്നും എഴുതാൻ പറ്റാതിരിക്കുന്നൊരവസ്ഥയാണല്ലോ. അപ്പോൾ എനിക്ക് സിനിമ ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു കഥ വന്നു, അതങ്ങ് എഴുതി വെച്ചതാണ് ബേസിക്കലി. ഓക്കെ. അപ്പോൾ അതിപ്പോൾ ഒരു ഹോട്ട്സ്റ്റാർ സീരീസാണ്. അത് വരുന്നുണ്ട്. നേരത്തെ ജിത്തു ജോസഫാണ് അതിൻ്റെ ഷോ റണ്ണർ. ഓക്കെ. അപ്പോൾ സാറിൻ്റെ ടീമിലുള്ള ആളുകളാണ് വർക്ക് ചെയ്യുന്നത്. നേരത്തെ എനിക്ക് സാറിന് ഒരാൾ എന്നെ പരിചയപ്പെടുത്തി എന്ന് പറഞ്ഞില്ലേ, സാറിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ, അവനാണ് ഡയറക്ട് ചെയ്യുന്നത്. ഓക്കെ. നേരത്തെ പറഞ്ഞ വിഷ്ണു, റൂഹയൊക്കെ ചെയ്ത വിഷ്ണുവാണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പം ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒരു പ്രൊജക്റ്റ് സാറിൻ്റെ ഒരു ഗൈഡൻസിൽ കൂടുതൽ എന്താ പറയുക മേഖലകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. ഇന്ന് നമുക്കിവിടെയുള്ള ലെജൻഡറി ആയിട്ടുള്ള ഒരുപാട് മ്യൂസീഷ്യൻസിൻ്റെ കൂടെ താങ്കൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാസാഗർ സർ ഫേവറേറ്റ് ആണ്, ദെൻ എ റഹ്മാൻ സർ, അങ്ങനെ ഉൾപ്പെടെ ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവരിൽ നിന്നൊക്കെ ലൈഫിലേക്ക് ഏറ്റെടുത്തൊരു പോസിറ്റീവ് എന്താണ്, അല്ലെങ്കിൽ ഇവരുടെ ഒരു വർക്ക് ചെയ്തിൽ നിന്ന് ഏറ്റെടുത്തൊരു പോസിറ്റീവ്? എന്നെ ഞെട്ടിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവരെയൊക്കെ ലെജൻസാണ്, ഇവർക്ക് ഒരുപാട് സാധിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്ത് നമ്മളവിടെ പോകുമ്പോൾ അവർ, വിദ്യാസാഗർ സാറൊക്കെ ഡെയിലി അപ്ഡേറ്റഡ് ആവാൻ വേണ്ടി പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുന്ന കാണും. പുതിയ ഡെയിലി ഒരു പാട്ടൊക്കെ ഇരുന്ന് കമ്പോസ് ചെയ്യുന്ന കാണും. ലോക്ക്ഡൗൺ സമയത്തൊക്കെ ശരിക്കും സാറിനെ ഞെട്ടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് നേരം റിലാക്സ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ലോക്ക്ഡൗൺ ഇരിക്കുന്നത്, സാറ് വിളിച്ചിട്ടൊരു പുതിയ പാട്ട് അയച്ചു തരും. സിനിമയ്ക്ക് ഒന്നുമല്ല, സാറൊന്ന് രാവിലെ കമ്പോസ് ചെയ്തു, എന്നിട്ട് സാറ് തന്നെ എനിക്ക് എഴുതാൻ ഒരു സിറ്റുവേഷൻ പറഞ്ഞു തരും. പക്ഷേ ഇവർ ഭയങ്കര വർക്കഹോളിക് ആൾക്കാരാണ്. അപ്പോൾ അത് നമ്മൾ ഒരു സമയത്തും നമ്മുടെ വർക്ക് നിൽക്കുന്നില്ല എന്നുള്ളതും, നമ്മുടെ ലേണിംഗ് ഒരു സമയത്തും നിൽക്കാൻ പാടില്ല എന്നുള്ളതും ഇവരുടെ അടുത്തുനിന്ന് എപ്പോഴും പഠിക്കുന്നൊരു കാര്യമാണ്. പിന്നെ ഇവരുടെ കോൺഫിഡൻസും, ഈ പറഞ്ഞ എന്തും കൊണ്ടുപോവാ നേരിടാം എന്ന് പറയുന്നൊരു കോൺഫിഡൻസ് ആണ് എനിക്കൊന്ന് ലൈഫിലെല്ലാം. നമ്മുടെ ടാലൻറ്റ് പോലും അത് കഴിഞ്ഞേ വരുന്നുള്ളൂ. അത് ഇവരുടെ അടുത്ത് നിന്നൊക്കെയാണ് പഠിക്കുന്നത്. ചില സിനിമകളിൽ നിന്ന് പാട്ടുകൾ അത് സിനിമയിൽ വന്നിട്ടില്ല, അല്ലെങ്കിൽ ആ പാട്ടുകൾ റിലീസായിട്ടില്ല, അങ്ങനെ മാറ്റിവെക്കപ്പെട്ട കുറച്ച് സോങ്സ് ഉണ്ടല്ലോ കയ്യിൽ. അപ്പോൾ അതിൽ എപ്പോഴും ഇങ്ങനെ മനസ്സിലിങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്ന എന്തെങ്കിലും ലൈൻസ് കാണുന്നത്, അതായത് ഞങ്ങൾ ആരും കേൾക്കാത്ത വിനായകന് മാത്രം അറിയാവുന്ന ലൈൻസ്, എന്തെങ്കിലും ടച്ചിങ് ആയിട്ടുള്ള ഇതുപോലത്തെ എന്തെങ്കിലും സംഭവങ്ങൾ മനസ്സിലുണ്ടോ? ഉണ്ട്. ഇപ്പോൾ പല പാട്ടുകളിൽ ചിലപ്പോൾ ഒരു സ്റ്റാൻസൊക്കെ ഡിലീറ്റ് ആയി പോകും. അപ്പോൾ എനിക്കറിയാം അങ്ങനെ ഒരു സ്റ്റാൻസ് ആ പാട്ടിനുണ്ടെന്നുള്ളത്. അത് ഞാൻ മാത്രം പാടും, വേറെ ആരും. അപ്പം അങ്ങനെയുള്ള ഒരുപാടുണ്ട് ആക്ച്വലി. പിന്നെ ചില സിനിമയിൽ നിന്ന് ചില പാട്ടുകൾ ഇവർ വേണ്ടാന്ന് വെക്കുമ്പോൾ ഞാൻ അടുത്ത് വേറെ ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടറിന് കൊടുക്കും. ഇതൊന്ന് വേറെ ഏതെങ്കിലും പടത്തിലിട്ട് സഹായിക്കാവോ. അങ്ങനെ നടന്നിട്ട് ഒരു പാട്ട് കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയിട്ടുണ്ട് വേറൊരു സിനിമയിൽ, ഞാൻ പറയുന്നില്ല. ഇങ്ങനെ മാറ്റിവെച്ച ആ ഒരു സ്റ്റാൻസ് അങ്ങനെ ഏതെങ്കിലും 2 ലൈൻസ് ഒന്ന് പറയാമോ ഏതാന്നുള്ളത്? ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ആവേശത്തിൽ തന്നെ അധോലോകം എന്നൊരു പാട്ടുണ്ട്. എൻ്റെ ആവേശത്തിലൊരു 3rd ഫേവറേറ്റ് പാട്ട് അതാണ് ആക്ച്വലി. ഈ പറഞ്ഞ നമ്മുടെ ഇലുമിനാറ്റി ജാട കഴിഞ്ഞാൽ അധോലോകമാണ്. അപ്പോൾ അധോലോകത്തിലൊരു എക്സ്ട്രാ സ്റ്റാൻസ ഉണ്ടായിരുന്നു. അത് ബേസിക്കലി വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് വളരെ ഇഷ്ടമാണ്. അതായത് ഇപ്പോൾ അധോലോകം എവിടെയാണ് എന്നുള്ളതാണ് ആ പണ്ട് തീം. അധോലോകമേ നീ എങ്ങോ
നമ്മൾ ഈ അധോലോകം എന്താണ് നമ്മൾ കേട്ടിട്ടുണ്ട്, പത്രത്തിൽ വായിച്ചിട്ടുണ്ട്, സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഇത് എവിടെയാണ് ഈ പരിപാടി, ഇത് ഇവിടെ പോകാൻ, ഈ അധോലോകത്തിലേക്ക് കടക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള ഈ 3 പിള്ളേരുടെ ചിന്തയാണ് ആ പാട്ട്. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ആ പാട്ടിൽ കുറേ ചോദ്യങ്ങൾ ഇവർ ചോദിക്കുന്നുണ്ട് അധോലോകത്തെ പറ്റി, കേട്ടതൊക്കെ ശരിയാണോ എന്ന്. അപ്പോൾ അതിനകത്ത് ഡിലീറ്റായി പോയ സ്റ്റാൻസിലെ വരി എന്ന് പറഞ്ഞാൽ മറ്റേ ഒറ്റ രാത്രി കൊണ്ട് ചേരിയെ കൊഴിപ്പിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ എവിടെ പോയി, മറ്റേ നമ്മുടെ 6-ാം നമ്പറിലുള്ള റെഫറൻസ് ഒക്കെ ഇൻഡയറക്ട്ലി വരുന്ന രീതിക്കൊക്കെ ഉള്ളൊരു ലൈൻ അതിനകത്ത് ഉണ്ടായിരുന്നു. അതുപോലെ ഭൂപടത്തിൽ തപ്പി നോക്കി, ഗൂഗിൾ മാപ്പിൽ നമുക്ക് അധോലോകം അടിച്ചാൽ കിട്ടില്ല, റൂട്ട് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ പോലത്തെ കുറച്ച് ലൈൻസ് അതിലുണ്ടായിരുന്നു. മറ്റേ വരികൾ പറഞ്ഞു തരാൻ ഭൂപടത്തിനും അറിയില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ കുറച്ച് ലൈൻസ്. അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ്. അപ്പോൾ അധോലോകത്തിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസ, ഇപ്പോൾ പടത്തിലുള്ള സ്റ്റാൻസ അദൃശ്യവാതിലെങ്ങോ, ഇൻവിസിബിൾ ഡോർ എവിടെയാണ്, കുഴൽപ്പണങ്ങളെങ്ങോ, അറുത്തറുത്തറപ്പ് തീർന്ന കത്തികൾ കഠാരകൾ അടുക്കി വെച്ചതെങ്ങോ എന്നൊക്കെ പറഞ്ഞ പോലെ ഓരോ ഇങ്ങനെ അവസാനം മനുഷ്യരിൽ മിടുക്കരും കടക്കുവാൻ മടിച്ചിടും ഇരുൾ പ്രപഞ്ചമെങ്ങോ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ലൈൻസാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ ഡിലീറ്റഡ് ആയ സംഭവം ഇന്നെവിടെ അസുരവംശം, ഇന്നെവിടെ കിങ്കരന്മാർ, ഇന്നെവിടെ ഏകരാത്രി കൊണ്ട് ചേരികൾ ഒഴിച്ചിടാൻ വരുന്ന ഭീകരന്മാർ. അപ്പോൾ പരതി വഴികൾ അറിയില്ല ഭൂപടത്തിനും, ഇതിലെ വരുമോ നയിച്ചിടാൻ ഒരാൾ എന്ന് പറയുമ്പോൾ രംഗണ്ണ വരാൻ പോകുന്നതിൻ്റെ ഒരു ഫോർ ഷാഡോയിങ് ആണ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ലൈൻസ് അതിലുണ്ടായിരുന്നു. അതുപോലെ കണ്ണൂർ സ്ക്വാഡിലെ മൃദുഭാവയിൽ ഇപ്പോൾ പറഞ്ഞു നിർത്തിയിരിക്കുന്ന ഒരു കേരള പോലീസിൻ്റെ സാധാരണക്കാരനായിട്ടുള്ളൊരു ഏണസ്റ്റ് ആയിട്ടൊരു പോലീസ് ഓഫീസറിനെ പറ്റിയാണ് അതിൽ വരികൾ. അപ്പോൾ അതിനകത്ത് കൂട്ടങ്ങളിൽ ഏകാഗിയായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വേറെ കുറച്ച് ലൈൻസ് ഉണ്ടായിരുന്നു. അതും ഇപ്പോൾ ഫൈനൽ സോങ്ങിലില്ല. അപ്പം അങ്ങനെ ഓരോ പാട്ടിലും നമ്മൾ ഡ്രാഫ്റ്റിൽ എഴുതിയിട്ട് പിന്നെ വയ്ക്കാൻ പറ്റാത്ത സാഹചര്യം കാരണം വയ്ക്കാൻ പറ്റാത്ത കുറേ നല്ല ലൈൻസ് ഇപ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ ഇത് രണ്ടുമാണ് വരുന്നത്. ചിലപ്പോൾ നമ്മുടെ ഈ ഷാഡോ പോലീസ് എന്നൊക്കെ പറയുമ്പോൾ ഈ കൂട്ടങ്ങളിൽ ഏകാഗിയാണല്ലോ, നമ്മൾ ഉണ്ടാവും പക്ഷെ നമ്മൾ അറിയില്ല എന്നൊക്കെ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ. സോ ഈ ഫോൺ കാണാതെ പോയി കഴിഞ്ഞാൽ കുറേ ലൈൻസ് ഇങ്ങനെ സർവീസ് ചെയ്യാൻ പോലും കൊടുക്കാറില്ല. സോ ഇനിയും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ചില സിനിമകൾക്ക് ആ ഒരു ഹിറ്റാക്കി മാറ്റുന്ന അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ പാട്ടുകൾക്കുള്ള റോള് ഭയങ്കര വലുതാണ്. സോ ആവേശം സിനിമയ്ക്ക് ഈ പറഞ്ഞ പോലെ ആക്ഷനും സീൻസും പ്ലസ് സോങ്ങുമാണ് മൂവിയുടെ വിജയം എന്ന് പറയുന്നത്. അതേപോലെ ഒരുപാട് സിനിമകളുടെ ഭാഗമാകാനായിട്ടും ഇതുപോലെയുള്ള നല്ല കുറേ വർക്കുകൾ ചെയ്യാനായിട്ടും വിനായകന് സാധിക്കട്ടെ എന്ന് വിഷയം. താങ്ക് യു സോ മച്ച് ഇന്ന് ഞങ്ങളുടെ താങ്ക്സ് എ ലോട്ട്.